Okay, good morning. Yeah, good morning. Yeah, good morning to all. നമുക്ക് നമ്മൾ എവിടെയാണോ ഇന്നലെ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹോപ്പ് people have gone through the textbook yesterday. അതായത് കുറച്ച് കാര്യങ്ങൾ ഒരു ഗ്ലിംസസ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് തരികയാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത ശേഷം പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് ക്ലിയർ ചെയ്യാം. പിന്നെ ഈ സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പഠിച്ചത് ഈ Sound clear അല്ല. ഇപ്പൊ ക്ലിയർ ആണ്. ഹലോ ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ. ഇന്ന് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. ഓക്കെ, ഹൗ ടു പ്രാക്ടീസ് ദ കേസ് വർക്ക്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജ് ഇൻ കേസ് വർക്ക്. ഓക്കെ, ദ പ്രാക്ടീസ് ദ കേസ് വർക്ക്. അതിൽ പ്രധാനമായിട്ടും ഈ പ്രാക്ടീസിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് 5 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റഡി, then assessment, then intervention, then termination, last evaluation. ഇതാണ് ഒരു സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ്, അതായത് സോഷ്യൽ കേസ് പ്രോസസ് ഉള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് വരുന്നുണ്ട്. ബിഫോർ ദാറ്റ് ജസ്റ്റ് ഞാൻ പറയാം, അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിലേക്ക് ഫസ്റ്റ് സ്റ്റഡി. സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിൽ ഒരു ക്ലയൻറ്റ് ഒരു കൗൺസിലർ കേസ് വർക്ക് ഒരു പ്രോബ്ലമായിട്ട് വരുമ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജ് ആണ് ഈ സ്റ്റഡി ആണ്. അതിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് വി ഹാവ് ടു മേക്ക് എ ഗുഡ് റാപ്പോ വിത്ത് ദ ക്ലയൻറ്റ്. നല്ലൊരു റാപ്പ് ഉണ്ടാക്കുന്നു. റാപ്പ് ഒരു ഊഷ്മളമായ ബന്ധം. ഫസ്റ്റ് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ വേറെ ഒരു കൗൺസിലിംഗ് നമ്മുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ, എല്ലാവരും കൗൺസിലിംഗ് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വി ഹാവ് ടു മേക്ക് എ ഗുഡ് റിലേഷൻഷിപ്പ്, ഒരു വാം റിലേഷൻഷിപ്പ് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് ഉണ്ടാക്കണം. ആ ഫസ്റ്റ് നമ്മൾ ആ ക്ലയൻറ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ബന്ധം തുടങ്ങുന്നത്, അതനുസരിച്ചിരിക്കും നമ്മുടെ ഈ ക്ലയൻറ്റും കൗൺസിലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും പിന്നെ പ്രോബ്ലം സോൾവിങ്ങും എല്ലാം. അപ്പം ഫസ്റ്റ് ഇത് സ്റ്റഡി പ്രോസസ്സിൽ വരുന്നത് ആണ് ഇൻടേക്കാണ്. ഓക്കെ, ഈ ഒരു കൗൺസിലിംഗ് വന്നു, അവിടെ റാപ്പോ ഉണ്ടാക്കി, ആ റാപ്പോ ഉണ്ടാക്കിയ ശേഷം റാപ്പോർട്ട് മീൻസ് മേക്കിംഗ് എ വാംത് റിലേഷൻഷിപ്പ് വിത്ത് ദ ക്ലയൻറ്റ്. ഓക്കെ, അതിന് റാപ്പോർട്ട് എന്ന് പറയാം. റാപ്പോ എന്ന് പറയാം, റാപ്പോർട്ട് അതിൻ്റെ നമ്മൾ റൈറ്റ് ചെയ്യും. അതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഗിവിംഗ് എ പ്രിൻസസ്. ഓക്കെ, അതിനുശേഷം we will have a conversation, means we will start with the client. Okay, talking to the client and problem. And while discussing the problem, while doing a communication with the client, ആ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രിൻസിപ്പിൾ, എന്തൊക്കെ എത്തിക്സ് പാലിക്കണം എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അത് അങ്ങനെ ചെയ്ത് ആ ക്ലയൻറ്റിൻ്റെ സംഭാഷണത്തിൽ ആ പ്രോബ്ലം അസസ് ചെയ്യണം. Next one is assessment. The assessment means just assess the problem of the client.
ഓക്കെ, അതിൻ്റെ നമ്മൾ പഠിച്ച ഈ ഡയഗ്നോസിസ് അതിൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്നുള്ള കാര്യം ആ ക്ലയൻറ്റുമായിട്ടുള്ള നമ്മുടെ ആ സംഭാഷണത്തിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ആ കൗൺസിലിംഗ് പ്രോസസ് നമ്മൾ അസസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മുന്നേ ഫോർ എക്സാമ്പിൾ ഒരാൾ മാനസികമായിട്ട് നമ്മുടെ മുന്നിൽ വരും, ആ വ്യക്തിയുടെ കുടുംബകാര്യങ്ങളൊക്കെ നമ്മളോട് തുറന്നു പറയും, വെന്റിലേഷൻ ഓക്കെ, വെന്റിലേഷൻ ഓഫ് ഹിസ് ഫീലിങ്സ്. അങ്ങനെ വിഷമങ്ങൾ കംപ്ലീറ്റ് തുറന്നു ചിലപ്പോൾ എക്സ്പ്രസ് ഹിസ് ഫീലിങ്സ്, ഹിസ് ഇമോഷൻ ചിലപ്പോൾ കാര്യമൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കൗൺസിലർ എന്ത് ചെയ്യണം, ആ വ്യക്തി അല്ലെങ്കിൽ ആ ക്ലയന്റ് പറയുന്ന കാര്യങ്ങൾ ആ ഒരു നമ്മുടെ ടോക്കിൽ ആ ഒരു കോൺവെർസേഷൻ്റെ ടൈമിൽ നമ്മൾ അസസ്മെന്റ് ചെയ്യണം. എന്താണ് ആക്ച്വൽ പ്രോബ്ലം, നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് കിട്ടും. അപ്പോൾ അത് അനലൈസ് ചെയ്യുമ്പോൾ we can make sure that this client is going through this kind of emotional problem, this kind of problems. Okay, then we will get a list of problems. Then we'll start talking to the client about that problems. We'll prioritize and we'll find out the actual problem in the client, and we'll start discussing on the particular matter with the client. A client our കാര്യങ്ങളിലേക്ക് നമ്മൾ സംസാരിക്കണം. That means അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം we will make an assessment. Okay, assessment means just we will assess the client's problems. We will prioritize the client's problems. After assessing the problem, we will find I think we will get a problem. Then next stage is intervention. നമ്മൾ ആ വ്യക്തിയുടെ പ്രോബ്ലം മനസ്സിലാക്കിയ ശേഷം നമ്മൾ think how to handle this, how to help the client to solve his problem. Sometimes it may be some interpersonal relationship problem. Sometimes it may be some psychological issues. Okay. Sometimes it may depend on some mental issues. Anyway, and if it is severe issues and if the counselor is not able to handle that, problem identify ചെയ്യുന്നതന്നെ നമുക്കത് മനസ്സിലാവും if we can handle. Okay. നമ്മൾ അത്ര റിസോഴ്സ്ഫുൾ ആണെന്ന് മനസ്സിലാവും. അങ്ങനെ നമുക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ we will make a refer to the higher level. And if it is a counseling person, if we can handle that problems, we will identify the actual problem, that is assessment, identification of the problems of the client. That's assessment. We will make assessment, and for assessment we will use different techniques and methods. Okay, for assessing the psychosocial problems, there are a lot of scales are there. Sometimes we will use some scales. Yeah. Sometimes we will use some scale means some questionnaire. Some question, we will prepare some questions. A question, our objective basically നമ്മൾ അസസ് ചെയ്യും. ചിലപ്പോൾ ഇമോഷണൽ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കൃത്യമായൊരു ചോദ്യം ആ ചോദ്യങ്ങളിലൂടെ ആ വ്യക്തിയുടെ ഇമോഷൻ ലെവൽ എന്താണെന്നോ, ആ വ്യക്തിയുടെ ഡിപ്രഷൻ ആണോ, ഇനി അതർ ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അസസ് ചെയ്യും. Assessment, after assessment, we will make an intervention. Intervention means it is a stage of problem solving. Okay, problem solving stage ആണ് intervention. Intervention ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ counseling, we will provide counseling and we will provide education to the client. We will facilitate the client to make or client to develop his capacity to take his own potential. The client potential problems. Help to solve പിന്നെ പ്രോബ്ലം. ഓക്കെ, അത് എങ്ങനെ ഒരു സൊല്യൂഷൻ, എങ്ങനെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. Is finding a solution to the problem. Okay, and we will reach the solution of the problem by cooperating with the client.
ഓക്കെ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇന്നലെ പഠിച്ച ചില പ്രിൻസിപ്പിളൊക്കെ ഉണ്ടല്ലേ, നോൺ ജഡ്ജ്മെന്റ് ആറ്റിറ്റ്യൂഡ് മീൻസ് ആ ഒരു നമ്മൾ ഒരു ഇഷ്യൂസ് ആ ക്ലയൻറ്റിൽ ആ വ്യക്തിയിൽ കണ്ടെത്തിയാൽ നമ്മളൊരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? We will use our principles and techniques and help the client to take a decision. Okay, and help the client to identify the resources. Help the client, okay, support the client to develop his capacity to adjust. Okay, and also help the client to cope with the maladjustment situations. Help the client to cope with the situation, and help the client to understand the situation. Okay, and help the client to solve this problem. And that is a stage of intervention. Okay, intervention. And during this intervention, next stage is termination. It means after a particular session, okay, counseling session normally. Counseling session, I think counseling session, സാധാരണ prayer session ഒക്കെ ഉണ്ടാവും. Okay, so this is different session. ചിലപ്പോൾ 4, 5, 6 സെഷനൊക്കെ വെക്കും. ഓക്കെ, ആ ഡിഫറെൻറ്റ് ഓൾ ദ സ്റ്റേജ് ഓൾ ദ സെഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ക്ലയൻറ്റുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് മീൻസ് we will terminate. We will stop giving support to the client. That means we now the progress on അല്ലേ? അങ്ങനെ ആ ഒരു തീർന്നു വന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മുടെ ആ ഒരു ഇന്റർവെൻഷൻ, നമ്മുടെ പ്രോസസ്സ് terminate ചെയ്ത ശേഷം terminate ചെയ്യും. In the next stage is termination is just stopping or termination of the counseling case of process after reaching means after the client is reaching a stable stage of identifying his own, or after the client is reaching a stage where that individual can lead a good life, whether where an individual is capable of adjusting with his situation, where an individual is capable of coping with his situations, whether that individual is attaining a stable stage. Okay, he got a capacity to adjust himself. And our stage എത്തിച്ച സംബന്ധിച്ച് clear ആണല്ലോ? I think my sound is clear. Wait 1 minute. Hello, ഇപ്പോൾ ക്ലിയർ ആണോ? Is it clear now? Okay, sir. Clear അല്ലേ? Okay. Yes. Okay. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ termination means we are ending the counseling process, ending the case of process, ending the service giving process. അതിന് പറയുന്ന പേരാണ് termination. Okay. termination എന്ന് പറയുന്ന ആ സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം? ഒരു പിന്നെ കൗൺസിലിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാതെ ഒരു പകുതിക്ക് okay. Finished, if an intervention is finished and the client or an individual clear ഉണ്ടോ?
Same problem. Okay. Is it clear? Clear and all? Hello? Clear alle? Clear alle sound? Hello? Clear alle? Yes, okay. And we will begin again. Termination. Okay, termination stage means our intervention are completed. Okay, our intervention are completed, and the client back to the mainstream of the society or back to his life. Means just a reintegration to the normal life. After the client is reaching a reintegration, okay, or reintegration happened, we will stop the intervention. That process is known as termination. Okay, terminating the services. The next one is evaluation. Evaluation means here we will evaluate our services, whether our services, our intervention are, or whether our intervention could help the client to solve his problem. Okay, we will just make an evaluation about our service, and if our intervention is not proper, okay, after if termination is not, after termination also some problems happened, we will do evaluation. We will evaluate our intervention and our stages, and if it is not attained, if it is not attaining the goal, that means goal means what? Helping the client to reinitiate, helping the client to reach his normal life. And if our intervention, our strategies are not enough to help that person, we will after evaluation we will go for further strategies and further kinds of intervention to that particular individual. അത് ഇവിടെ ഈ ഇവാലുവേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞു, ഓക്കെ, ഡിഫറെൻറ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്തു. ആഫ്റ്റർ ദ സെഷൻ ഈസ് കംപ്ലീറ്റഡ്, ക്ലയൻറ്റ് വീട്ടിലോട്ട് പോയി, തിരിച്ചു പോയി. വീണ്ടും പിന്നെ നമ്മുടെ ഈ ഇൻ്റർവെൻഷനും എല്ലാം കഴിഞ്ഞ ശേഷം ആ ക്ലയൻറ്റിൻ്റെ സ്ഥിതിയിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ, ഓക്കെ, we will make an evaluation about our intervention phases, and according to that we will change our intervention. We will add little more techniques and intervention phases for helping the client. Okay, that is a different stages in while practicing casework. Okay, study, assessment, intervention, termination, evaluation. Study means just it's the initial stage, intake. The client നമ്മുടെ കൗൺസിലർ അടുത്തേക്ക് വരുന്നതും, and we will start the process of casework with the client. Then and we will use interview or questionnaire, some kind of technique, getting the data from the client, and we will make an assessment, assessing the problem. After finding the problem, okay, after finding the accurate problem of that particular individual, we will start intervention. Intervention means our counseling process. Okay, we will provide counseling process. We will make sometimes we will give some other therapies, some other intervention phases. And after the intervention, if the client, after intervention stage is over, and we will terminate in the service. Means we know the client has solved his problem and he back to the normal life.
And next stage is last stage is evaluation. Evaluation can be conducted in both sides. Means we can evaluate the whole process of what we are given, our assessment, our intervention process, and how we could help that individual to reach a life. And if the individual is not attaining the goal, ആ വ്യക്തി വീണ്ടും പ്രോബ്ലംസ് എന്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേജ് ഏത് പിന്നെ ടെക്നിക്സ് ആണ് പിന്നെ എന്താ പറയുക drawback ആയിട്ടുള്ളത്, and we will change the techniques and we will modify our intervention phases and we will provide, sometime we will make a refer. And this is five important things to keep in mind while practicing casework: study, assessment, intervention, termination, evaluation. ഇനി ഈ സ്റ്റഡി ഫേസ് ഡീറ്റെയിൽ ആയിട്ട് ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ക്ലയൻറ്റ് വർക്കർ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ജസ്റ്റ് പറയാം. ഓക്കെ, മീൻസ് ഫസ്റ്റ് എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലേ? ആ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് മേ ബി ഇതാണ് ഈ സ്റ്റഡി ഫേസിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ഓക്കെ, ഇത് അതിൽ സ്റ്റഡി ഫേസിൽ ഫസ്റ്റ് ക്ലയൻറ്റ് വർക്കർ കമ്മ്യൂണിക്കേഷൻ മീൻസ് ക്ലയൻറ്റ് ആൻഡ് കൗൺസിലർ കമ്മ്യൂണിക്കേഷൻ or the client and the casework communication. And worker attitude is an important factor in controlling what the client decides. Okay, and social diagnosis an opportunity for full and patient hearing for and getting the ideas of the client and attitudes towards the life. That means first stage, through the communication, the counselor gets the ideas about the client's attitudes and his view towards the life. Okay, attitude towards the life and his feelings and how it is happened. What are techniques he will use in the communication? We'll use some verbal and non-verbal means of communication. Okay, sometimes some paraphrasing is there. I will tell you that. And here he will use in the client counselor use active listening to the client. Means non-verbal means of communication is means just notes. നമ്മളെ മുന്നിലെ ക്ലയന്റ് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ തല ഇങ്ങനെ കാട്ടില്ലേ, ഓക്കെ ശരി. That means some kind of reaction, means some kind of encouragement is given to the client to disclose his problem. Sometimes we will provide smile and we will make an attentive posture. Means we will the client feels that the counselor is listening me. We have to be attentive, and therefore communication is very important. Okay, ക്ലയൻറ്റുമായിട്ട് നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇപ്പോൾ ക്ലയൻറ്റ് നമ്മുടെ മുന്നിലിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ നോക്കുകയോ നമ്മൾ കലണ്ടർ നോക്കുകയോ നമ്മൾ പുറത്തേക്ക് നോക്കുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പിന്നെ എന്താ പറയുക നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ശ്രദ്ധ മാറുമ്പോൾ തന്നെ ആ ക്ലയൻറ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഈവൻ മൈന്യൂട്ട് ലെവൽ ഓഫ് റിയാക്ഷൻ ഇനഫ്. എന്നാൽ ആ ക്ലയൻറ്റിന് തോന്നുന്നു എന്നെ ഈ കൗൺസിലർ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് തരുന്നില്ല, എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. Therefore, it is very important to keep a communication, to understanding, pay attention to the client. Okay, active hearing. Okay, then also here the client needs an empathetic hearing. What is an empathetic hearing? This is all another skill. Okay, empathy. ക്ലയന്റിന്റെ ബോധമാണ് ക്ലയന്റിന്റെ പ്രോബ്ലം ഈ കൗൺസിലർ മനസ്സിലാക്കുന്നുണ്ട്. മീൻസ് എമ്പതി മീൻസ് വാട്ട് ഈസ് മീൻസ് ഗെറ്റിംഗ് ദ ഷൂസ് ഓഫ് അതേഴ്സ് അറിയില്ല. നമ്മൾ മറ്റുള്ള ഒരു പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം ആയിട്ടില്ല. മീൻസ് ആ ഒരു വ്യക്തിയുടെ ലെവലിലേക്ക് ഇറങ്ങി പ്രോബ്ലം ഒരു ഫീൽ empathy, it is empathy. Okay, അങ്ങനെ പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ ക്ലയന്റ്. ജസ്റ്റ് ഇതിന്റെ സ്റ്റഡി തന്നെ ഉള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ക്ലയന്റ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങളാണ് എന്തൊക്കെ അസർട്ടൈൻ ദ ഫാക്ട്സ്. ആ ക്ലയന്റ് പറയുന്ന കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് ഫാക്റ്റ് എന്നാണ് കണ്ടെത്തുക. ഓക്കെ, ദെൻ
അതിൻ്റെ ഒരു പാരാഫ്രൈസിങ് സ്റ്റേജിൽ ക്ലൈൻ്റ് ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഉൾക്കൊണ്ടുകൊണ്ട് ക്ലൈൻറ്റിൻ്റെ ആ ബേസിക് ഇഷ്യൂസ് ആ ഇഷ്യൂസിൻ്റെ മേലിൽ ഒരു എന്താ പറയുക ഒരു ചർച്ച ക്ലൈൻറ്റുമായിട്ട് നടത്തും. അതാണ് ഈ പോയിന്റിങ് ദർ മീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അസസ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ അസസ്മെൻറ്റ് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് psychosocial problems brought to the worker by the client. അതിൽ ആ റിയൽ പ്രോബ്ലം നമ്മൾ അസസ് ചെയ്യുക. അത് അസസ് ദ സൈക്കോസോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ ക്ലൈൻറ്റ് ആൻഡ് വൺ ഹു ഈസ് ബ്രോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ കൗൺസിലർ. ഓക്കെ, ആ പ്രോബ്ലം പിന്നെ അസസ്മെൻറ്റ് ചെയ്യുക. ദ ഇൻ്റർവെൻഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻ്റർവെൻഷൻ ബിഗിൻസ് എ സെറ്റ് ഓഫ് ഗോൾസ് ഡിസൈഡ് ടുഗദർ ബൈ ദ ക്ലൈൻറ്റ് ആൻഡ് വർക്കർ. മീൻസ് ഇവിടെയാണ് ഈ ക്ലൈൻറ്റും വർക്കറും തമ്മിൽ ഒരു കോപ്പറേഷൻ വേണമെന്ന് നമ്മളെ ഈ കേസ് വർക്കർ പഠിച്ച ഇത് വരുന്നത്. അതായത് ആക്ച്വൽ പ്രോബ്ലം കണ്ടെത്തി അതിനുശേഷം ക്ലൈൻറ്റും വർക്കറും കൂടി ഇരുന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയാണ് ഈ ഇൻ്റർവെൻഷൻ. അതിൽ ഇൻ്റർവെൻഷൻ്റെ 3 തരത്തിലുള്ള കാറ്റഗറീസ് ഓഫ് ഇൻ്റർവെൻഷൻ ഉണ്ട്. 3 തരത്തിലുള്ള ഇൻ്റർവെൻഷൻ ഉണ്ട്. അതിൽ ഒരു ഇൻ്റർവെൻഷൻ ആണ് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ. And the second one is environmental modification. And third one is administration of practical service. ഈ 3 മോഡലിൽ ഒരു ഇൻ്റർവെൻഷൻ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അതിൽ വാട്ട് ഈസ് എ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ? ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ മീൻസ് ഇറ്റ് ഇസ് എ കൗൺസിലിംഗ്. ഓക്കെ, ഡയറക്റ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ദിസ് ഇസ് ജസ്റ്റ് ഗിവിങ് ഹെൽപ്പിംഗ് ദ ക്ലൈൻറ്റ്. നമ്മൾ ഹെൽപ്പിംഗ് ദ ക്ലൈൻറ്റ് ടു അച്ചീവ് ഹിസ് ലൈഫ് ത്രൂ കൗൺസിലിംഗ് and supportive counseling, then facilitate the means help the capacity building. അങ്ങനെ ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ കൗൺസിലിംഗ് കൊടുത്തിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് കൗൺസിലിങ്ങിൻ്റെ എന്താ പറയുക ഈ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ സഹായിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാം. നമ്മൾ ഡയറക്റ്റ് കൗൺസിലിംഗ്. ഓക്കെ, ദെൻ എൻവയറമെൻറ്റൽ മോഡിഫിക്കേഷൻ മീൻസ് to help the client to adjust his environment. Here, make the family atmosphere as feasible for the client. Okay, make his study purpose as feasible for the client. Make his friendship, his peer groups, his society level. Means his physical environment നല്ല രീതിയിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ് എൻവയറമെന്റൽ മോഡിഫിക്കേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു വ്യക്തി ജീവിക്കുന്ന ആ ചുറ്റുപാടിൽ ആ വ്യക്തിയുടെ ഏതൊക്കെ രീതിയിലാണ് പുറത്ത് പിന്നെ ആ വ്യക്തിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ അതിനെപ്പറ്റി ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു എൻവയറമെന്റ് സെറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ആ വ്യക്തിയുടെ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ വരും. വീട്ടിലൊരു കൃത്യമായൊരു ടൈം ഫാക്ടർ ഇല്ലാതെ വ്യക്തി ടൈം മാനേജ്മെന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ വീട്ടിലെ മറ്റുള്ള ആൾക്കാരുമായി ഫാമിലി മെമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ടിപ്സ്. ഓക്കെ, അതുപോലുള്ള ഈ എസൻഷ്യൽ സർവീസ് ആ ഒരു സോഷ്യൽ സിസ്റ്റത്തിനുള്ളിൽ ആ വ്യക്തിക്ക് വളരാൻ ആവശ്യമായ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നതാണ് എൻവയറമെന്റൽ മോഡിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രാക്ടിക്കൽ സർവീസ്. ഓക്കെ, that means അവിടെ വർക്കർ എന്ത് ചെയ്യും? he will try to use the agency services for helping the client. Sometime we will make a refer, sometime he will refer him for a higher treatment in the settings. Sometime the case worker use some other services what are available in the settings. Agency means counseling center or social agency. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പിന്നെ എന്ത് ചെയ്യാം, ആ വ്യക്തിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഒരു 3 രീതിയിലുള്ള ഇന്റർവെൻഷൻ. പിന്നെ ഉള്ളതാണ് അത് പിന്നെ ഇവാലുവേഷൻ പ്രോസസ് Evaluate social work practice. It is the method of knowing what the outcomes are. Means ആ ഒരു ഇന്റർവെൻഷൻ ചെയ്ത ശേഷം എന്ത് ഔട്ട്കം ഉണ്ടായി, whether the client has brought back to the mainstream of the society, whether the client has back to the normal life, whether the client has achieved the capacity to cope with the situation. Okay, അതൊക്കെ അസസ് ചെയ്യുന്നതാണ് ഇവാലുവേഷൻ. നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ സം ഓഫ് യു മേ ബി going to be a counselor after the course.
ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ ഒരു ഹെൽപ്പിന് ഒരു കൗൺസിലിംഗ് സെഷന് വന്നാൽ ആ വ്യക്തി നമ്മളൊരു 2-3 സെഷൻ കൗൺസിലിംഗ് കൊടുത്ത ശേഷം നമ്മുടെ ആ ഒരു സർവീസ്, നമ്മുടെ ആ ഇന്റർവെൻഷനിലൂടെ ആ വ്യക്തിക്ക് ഏതൊക്കെ രീതിയിൽ നേട്ടം ഉണ്ടായി, അതിൽ നമ്മൾ ആദ്യം അസസ്മെന്റിൽ ഒരുപാട് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഈ സർവീസ്, നമ്മുടെ ഈ ഇന്റർവെൻഷനിലൂടെ ഈ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ പ്രോബ്ലംസ്, ആ വ്യക്തിയുടെ പ്രോബ്ലംസ് പിന്നെ സോൾവ് ചെയ്യാൻ പറ്റിയോ, ആ വ്യക്തി സമൂഹമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ, വീട്ടിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ, നല്ല ലൈഫാണോ, അല്ലെങ്കിൽ മുന്നേ ഈ കൗൺസിലിംഗ് വരുന്നതിന് മുന്നേ ഉള്ള അതേ സ്റ്റേജ് തന്നെയാണോ, അതൊക്കെയാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മൾ കൊടുത്ത സർവീസ്, ഓക്കെ, വി ക്യാൻ വെദർ അവർ സർവീസ് ആർ എഫക്റ്റീവ് ഓർ നോട്ട്, whether I need to change my style, way of intervention, whether I need to change my techniques, whether I need to acquire new techniques. നമ്മളെ പിന്നെ ഇപ്പോൾ കൊടുത്ത ടെക്നിക്സോ പ്രിൻസിപ്പിളോ, whether I need to update myself to different aspects for helping that particular person എന്ന രീതിയിലൊക്കെ ഒരു എന്താ പറയുക ലെവലിൽ രീതിയിലുള്ളൊരു ഇവാലുവേഷൻ നടത്തുന്ന സ്റ്റേജാണ് ഇവാലുവേഷൻ എന്ന സ്റ്റേജ്. That is very important in case work. ഇതാണ് ഈ കേസ് വർക്കിൽ 5 പ്രാക്ടീസ്. ഓക്കെ, ഇനി അടുത്താണ് ഇന്റർവ്യൂയിങ് ഇൻ സോഷ്യൽ കേസ് വർക്ക്. ഇന്റർവ്യൂ, ഓക്കെ, നമ്മൾ പിന്നെ എങ്ങനെയാണ് ഈ ഡേറ്റാസ്, ഈ സോഷ്യൽ കേസ് വർക്ക് കൗൺസിലിംഗ് അല്ലേ, അതിലൂടെ നമ്മൾ ഡേറ്റാസ് അസസ്മെന്റ് ഒക്കെ നടത്തുന്നത് ഈ ക്ലയന്റുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂയിലൂടെയാണ് അല്ലേ. അങ്ങനെ പിന്നെ ഈ കേസ് വർക്കുള്ള ഇന്റർവ്യൂ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ്, അതിന്റെ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു എക്സാമിനേഷൻ ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഇന്റർവ്യൂ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ഇൻ കേസ് വർക്ക്? ഓക്കെ, വാട്ട് ഇസ് എ ഇന്റർവ്യൂ? We know we have attended a lot of interviews, right? What is the interview in case work? In the professional interview is different from an informal interview of various reasons. In professional interview, the interviewer operates within the confines of a well-defined settings and is backed by organized experience and reorganized competence, working towards known and established purpose. Means in casework interview, how it's happened means here interview എന്ന് പറയുന്നത് നമുക്കൊരു conversation between the client and the counselor. Okay, but here in the counselor practice interview, make an interview to the client with the help of a well-defined settings. Means it should be an objective based interview. Okay, അത് ഇന്റർവ്യൂ ഒരു വ്യക്തിയായിട്ട് ഇന്റർവ്യൂ, ഒരു ക്ലയന്റുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുന്നേ ഓൾറെഡി ഹി ഷുഡ് സെറ്റ് ആൻ ഒബ്ജക്റ്റീവ്. ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആ കൗൺസിലിന് ഏതൊക്കെ ഇൻഫർമേഷൻ വേണം എന്ന രീതിയിൽ ആ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഈ ഒബ്ജക്റ്റീവിന്റെ ബേസിലായിരിക്കും ഈ പ്രൊഫഷണൽ രീതിയിലുള്ള ഇന്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, ആ ഇന്റർവ്യൂ പ്രോസസ് ഇറ്റ് ഇസ് ഡിഫൈൻഡ്, ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്, ദ ഒബ്ജക്റ്റീവ്സ് ആർ വെൽ ഡിഫൈൻഡ്. അതാണ് ഈ പ്രൊഫഷണൽ രീതിയിലുള്ള ഇന്റർവ്യൂ എന്നുള്ളത്. ഓക്കെ, നമുക്കൊരു ഇന്റർവ്യൂ എന്നുള്ളൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ ആണ്. പക്ഷെ ആ കോൺവെർസേഷനിൽ എന്ത് ചെയ്യും, പിന്നെ എന്താ കൗൺസിലർ യൂസ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ഓക്കെ, കൗൺസിലർ യൂസ് ദാറ്റ് ഇന്റർവ്യൂ ഫോർ ഹിസ് what is a problem identification. ആ പ്രോബ്ലം കൃത്യമായി കണ്ടെത്താൻ, ആ ഒരു ഇന്റർവെൻഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യം പ്രോബ്ലം കണ്ടെത്തുന്ന രീതി ഇവിടെ കൗൺസിലർ ഇന്റർവ്യൂ ഒരു 3 purpose. Obtaining and imparting information. Okay, the information gathering from the client. Okay, and also providing information to the client. അതിനു വേണ്ടിയിട്ടാണ് ഒരു purpose. പിന്നെ സ്റ്റഡി അസസ്മെന്റ് ഓഫ് ദ ക്ലയന്റ് സിറ്റുവേഷൻ പ്രോബ്ലം. രണ്ടാമത്തെ ഒരു പേർപ്പസ് എന്നാൽ ആ ക്ലയന്റിന്റെ ആക്ച്വൽ സിറ്റുവേഷൻ എന്താണ്, ലൈഫ് സിറ്റുവേഷൻ എന്താണ്, ഹിസ് പ്രോബ്ലം എന്താണ് എന്ന് കൃത്യമായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇന്റർവ്യൂ ഉപയോഗിക്കുന്നത്. ഓക്കെ,
പിന്നെ ഇന്റർവ്യൂ ഒരു വേറൊരു പർപ്പസ് എന്നാൽ ഇറ്റ് ഇസ് ഡയറക്റ്റ് ഫോർ ഗിവിംഗ് ഹെൽപ്പ്. ആ ക്ലയന്റിന് ഒരു ഡയറക്റ്റ് ഒരു ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് യൂസ് ആസ് എ ടൂൾ ഫോർ ഗിവിംഗ് എ ഡയറക്റ്റ് ഹെൽപ്പ് ടു ദ ക്ലയന്റ്. നമ്മൾ മുന്നേ പഠിച്ച പോലെ ഒരു കൗൺസിലിംഗ് ഓർ എഡ്യൂക്കേഷൻ ഗിവിംഗ് എ സപ്പോർട്ട് ടു ദ ക്ലയന്റ്. ഇതാണ് ഈ കേസ് വർക്കിലെ ഇന്റർവ്യൂവിന്റെ പേർപ്പസ്. ഇനി ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ, മെയിനായിട്ട് 3 different types of interviews are there. Here we can study 3 types of interview. അതൊന്ന് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്, രണ്ടാമത്തെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, തേർഡ് വൺ ഈസ് മിക്സഡ് ഓർ ഡെപ്ത് ഇന്റർവ്യൂ. സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, ഡെപ്ത് or depth interview or mixed interview. Okay, and what is a structured interview? That word itself is there. Okay, means our interview process is controlled and structured. Our interview process will start and end in a structured manner, means with the help of a predetermined questionnaire. In structured interview, in the interviewer, in the case worker use a predetermined questionnaire. നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ട്രക്ചർഡ് ഇന്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഉണ്ടാക്കി വെക്കും. ആ ക്വസ്റ്റ്യനെയർ ആ ചോദ്യാവലി ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂ. ആ ചോദ്യാവലിയിൽ ആ ചോദ്യാവലി എന്നോ ആ ക്വസ്റ്റ്യനെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ ആ ക്ലയന്റിൽ നിന്ന് വേണ്ടത്, ഓക്കെ, വിച്ച് ഹെൽപ്പ് ദ ക്ലയന്റ് ടു ഓവർകം ഹിസ് ഡിസ്ട്രസ്. ആ ക്ലയന്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ക്ലയന്റിനെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും ആ ക്ലയന്റ് ലൈഫ് സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യാനും പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യനെയർ മുന്നിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂ. ദാറ്റ് മീൻസ് മുന്നിൽ വെച്ചു എന്ന് പറഞ്ഞാൽ someday he may be already having a question in his mind. Okay, and that interview is very controlled and guided in a particular direction. ആ ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്കുള്ള ആ ഒരു പ്രോബ്ലം ഫോക്കസ്ഡ് രീതിയിലായിരിക്കും ആ ഒരു ഇന്റർവ്യൂ. ഓക്കെ, an interviewer is asked to get answers to those questions only. അതായത് ഇവിടെ ഇന്റർവ്യൂയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ഇന്റർവ്യൂയർ? കേസ് വർക്കർ. കേസ് വർക്കർക്ക് ആൻസർ വേണ്ട ക്വസ്റ്റ്യൻ അത് ചോദിക്കും, അതിനുള്ള ആൻസർ. അതാണ് ഈ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്നുള്ള ഉദ്ദേശം. ദെൻ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. Unstructured interview means it is uncontrolled or non-direct interview. It is an open-ended questions are asked. Okay. Sometimes predetermined questions are asked or interviewer is asked to give answer. Okay. Here the client is getting free to express his feelings. Open-ended questions are asked. Okay, there is no direction. Okay, ഒരു നോൺ ഡയറക്റ്റ് രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ ക്ലയന്റിന് എന്ത് കിട്ടും? ക്ലയന്റ് ഈസ് ഫ്രീ ടു എക്സ്പ്രസ് ഹിസ് ഫീലിങ്സ്, ഫ്രീ ടു എക്സ്പ്രസ് ഹിസ് ആറ്റിറ്റ്യൂഡ്സ്. Okay, that is unstructured interview. And another one is mixed or depth interview. It is a combination of both structured and unstructured types of interview. Okay, അവിടെ എന്ത് ചെയ്യും? അത് ഇവിടെ ഈ തേർഡ് സ്റ്റേജിൽ ഇൻ ദ മിക്സഡ് ഓർ ഡെപ്ത് ഇന്റർവ്യൂ the interviewer use structured, sometimes questionnaire will use, sometimes interviewer will use open-ended or discussions. It is both directive and non-directive. It is both controlled and uncontrolled. Okay, sometimes in the interviewer will ask structured questions and it is sometimes it may leads to the open forum. Okay, അതാണ് മിക്സഡ് ഓർ ഇൻ ഡെപ്ത് ഇന്റർവ്യൂ. സ്കിൽസ്, ഡിഫറെന്റ് സ്പേസസിലുള്ള ഡിഫറെന്റ് സ്പെസിഫിക് സ്കിൽസിനെ പറ്റിയിട്ടാണ് പറയാം. അത് ഞാൻ പറഞ്ഞ ഈ പിന്നെ ഇന്റർവ്യൂ ഫേസസിൽ ഡിഫറെന്റ് ഫേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില സ്കിൽസ് ഉണ്ട്. ഓക്കെ, ആദ്യം ഒരു ഇന്റർവ്യൂവിൽ എന്തായിരിക്കും ആദ്യത്തെ ഫേസ്? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ അല്ലെ? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്യും.
ദെൻ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം പിന്നെ ഈ കോൺവെർസേഷനിലേക്ക് പോകും. പിന്നെ അവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ചിലപ്പോൾ പിന്നെ കൗൺസിലർ വിൽ എക്സ്പ്രസ് ഹിസ് ഫീലിങ്സ്, കോൺവെർസേഷൻ നടക്കും. ദാറ്റ് മീൻ ആ കോൺവെർസേഷൻ നടന്നതോടെ അവിടെ ആ സ്റ്റേജ് മാറി അവിടെ അത് ഏത് ഫേസിലെത്തും, ഒരു ഡെവലപ്മെന്റൽ ഫേസിലെത്തും. ഓക്കെ, ആ ഡെവലപ്മെന്റൽ ഫേസിലെത്തി പ്രോബ്ലം ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ഒരു കപ്പാസിറ്റി ഡെവലപ്പിംഗ് ഒക്കെ നടന്ന് ആ ഫൈനൽ സ്റ്റേജിൽ എത്തും. അതാണ് ഒരു കൺക്ലൂഡിങ് ഫേസ്. അതാണ് 3 ഫേസ്. ഇന്റർവ്യൂവിൽ ഒരു 3 ഫേസസ് ആണ്, ഡിഫറെന്റ് ഫേസസ് ഇൻ ഇന്റർവ്യൂ. ഒന്ന് ഇൻട്രഡക്ടറി ഫേസ്, ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് മിഡിൽ വരുന്ന ഡെവലപ്മെന്റൽ ഫേസ്. ആൻഡ് ലാസ്റ്റ് വൺ കൺക്ലൂഡിങ് ഫേസ്. ഓക്കെ, ആൻഡ് ഈച്ച് ഫേസിൽ ഏതൊക്കെ സ്കില്ലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വി ക്യാൻ ജസ്റ്റ് ഹാവ് എ ലുക്ക്. ഓക്കെ, ഐ നോട്ട് ഗോയിങ് ഡീപ്ലി ടു that one. Okay, you can get it. In the introductory phase, what are the specific skills you're using for a introductory phase? Okay, ഇത് പിന്നെ ഇവിടെ ഫസ്റ്റ് ഫേസിൽ നമുക്കൊരു ഇനീഷ്യൽ ഫേസ് ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ ഫേസ് ആണ് അല്ലേ. ഹിയർ ഓൺലി വിൽ സ്റ്റാർട്ട് in the conversation between the client and the counselee, in the client and the counselor, or in the interviewer and the interview. First one is preparatory review. Preparatory reviewing എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ പിന്നെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം. ഓക്കെ, പെട്ടെന്ന് സഡൻലി we cannot get into the interview skill, but we should make a preparation. Okay, what are the information available, what are the information available in the agency settings. Okay, and after that what are the resources in the settings. Okay, and how to start the interview process. Then getting know about the agency. Then next one is preparatory arranging. ആ മീറ്റിങ്ങിന് വേണ്ട അറേഞ്ച്മെന്റ് അടുത്ത്. ദാറ്റ് മീൻസ് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ക്ലയന്റിന്റെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ലോജിസ്റ്റിക്സ് ആയിട്ടുള്ള ചില പ്രിപ്പറേഷൻസ് നമ്മൾ ഏജൻസിയിൽ, നമ്മൾ ആസ് എ ഇന്റർവ്യൂ നടത്തണം, അതുപോലെ ഏജൻസിയിൽ നടത്തണം. ദാറ്റ് മീൻസ് നമ്മൾ ഒരു പ്രിപ്പറേഷൻ, ഈ ഏജൻസി സെറ്റിങ്സിലുള്ള ഒരു പ്രിപ്പറേഷൻ അത്രയുള്ളൂ. ഓക്കെ, ദെൻ പ്രിലിമിനറി പ്ലാനിങ്. അത് പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഏജൻസി എന്നുള്ളത്, ഈ കൗൺസിലിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ പിന്നെ ഈ ക്ലയൻറ്റുമായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രിലിമിനറി പ്ലാനിങ്. ബാക്കി രണ്ടെണ്ണം, പ്രിപ്പറേറ്ററി റിവ്യൂയിങ്ങും പിന്നെ പ്രിപ്പറേറ്ററി അറേഞ്ചിങ് എന്ന് പറയുന്നത് ഏജൻസിയിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏജൻസിയിൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണോ, കൗൺസിലിംഗിൽ സെറ്റപ്പ് ഉണ്ടോ, ഏജൻസി സെറ്റിംഗ് കൗൺസിലിംഗ് സെറ്റിങ്സ് ഉണ്ടോ, ഓക്കെ, പിന്നെ അതിനുള്ള ഈ റിസോഴ്സസ് ഉണ്ടോ എന്നുള്ള അതൊക്കെയാണ് ഈ പിന്നെ പ്രിപ്പറേറ്ററി റിവ്യൂയിങ് അറേഞ്ച്മെന്റിൽ വരുന്നത്. പിന്നെ പ്രിലിമിനറി പ്ലാനിങ്ങിൽ വരുന്നത് പിന്നെ ഹൗ ടു ബിഗിൻ ദ ഇന്റർവ്യൂ പ്രോസസ്, മീൻസ് പ്ലാനിങ് ദ ഇന്റർവ്യൂ. ഓക്കെ, ആ പ്ലാനിങ്ങിന്റെ ഇന്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. ഒരു ക്ലയന്റിനെ പറ്റി ഈ ക്ലയന്റിന്റെ മുന്നിൽ ഇന്റർവ്യൂവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ഒരു സ്കില്ല് പറഞ്ഞാൽ, കാരണം ഒരു ക്ലയന്റ് വരുമ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഇല്ലാണ്ട് ഡയറക്റ്റ് കൗൺസിലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഇസ് നോട്ട് വർത്തി. ഓക്കെ, therefore introduce yourself, then seeking introduction will start the communication. Okay, പറഞ്ഞാല് ഒരു ക്ലയന്റ് പിന്നെ നടത്തുന്ന ഇന്റർവ്യൂ എന്തിനാണ്, അതിന്റെ പേർപ്പസ് എന്താണ്, അത് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. നമ്മൾ പലവരും കാണുന്നുണ്ട്, പിന്നെ ഈ പെട്ടെന്ന് ഒരാളെ ഇന്റർവ്യൂ നടത്തും, പക്ഷെ നമുക്ക് തന്നെ അറിയില്ല നമുക്ക് എന്ത് ചോദിക്കണം, നമ്മുടെ പേർപ്പസ് എന്താണ്, ആ വ്യക്തിയെ കാണുന്ന പേർപ്പസ് എന്താണ്.
അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വി കനോട്ട് പെർഫോം വെൽ, റൈറ്റ്. അതുപോലെ നമ്മൾ ഒരു വ്യക്തിനെ കാണുന്നതിന് മുമ്പോ, ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പോ, ഒരു കൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൃത്യമായ ഒരു പേർപ്പസ് ആണ്. ഓക്കെ, എന്തിനാണ് ഈ ഇന്റർവ്യൂ, ഈ ക്ലയന്റ് ആരാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അത് കൃത്യമായ പേർപ്പസ് ആണ് ഈ ഇന്റർവ്യൂവിന്റെ പേർപ്പസ് ആണ്. പിന്നെ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻ അതൊരു സ്കില്ലാണ്. ഓക്കെ, ഒരു കൗൺസിലിംഗ് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഈ കൗൺസിലിയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ കോൺവെർസേഷനിൽ the counselor should have a probing skill, മീൻസ് ആസ്കിങ് ക്വസ്റ്റ്യനിങ് സ്കില്ല്, ഒരു എൻകറേജിങ് സ്കില്ല്, അതായത് കൂടുതൽ ചോദ്യം ചോദിച്ച് ആ ക്ലയന്റിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് കൂടുതൽ ഇൻഫർമേഷൻ എന്താ പറയുക ലഭിക്കുന്ന രീതി, ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോബിങ് ക്വസ്റ്റ്യൻസ് പിന്നെ ചോദിക്കാനുള്ള സ്കില്ല് വേണം. പിന്നെ റിഫ്ലക്റ്റിംഗ് ഫീലിങ്സ് വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്ലയന്റ് നമ്മളെ മുന്നിൽ വന്നിട്ട് ഒരു പ്രോബ്ലംസ് ഒക്കെ പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു നമ്മളെ ഫീലിങ്സ് ഓക്കെ റിഫ്ലക്റ്റ് ചെയ്യണം. അതുപോലെ ക്ലയന്റ് ഫീലിങ്സ് റിഫ്ലക്റ്റ്, ആ ഒരു സ്കില്ലും കൂടെ ആർക്ക് വേണം, ഈ കൗൺസിലർക്ക് വേണം. പിന്നെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉള്ളത് പിന്നെ ഓർഗനൈസ് ദ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ. ദാറ്റ് മീൻസ് നമ്മളെ ഇൻഫർമേഷൻ ഈ ഗാദർ ചെയ്ത ശേഷം, ഓക്കെ, പ്രോബിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്ത് ഇൻഫർമേഷൻ ഗാദർ ചെയ്ത ശേഷം ആ ഗാദർ ചെയ്ത ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് ആർക്കാണോ, ഈ കൗൺസിലർക്ക് വേണം. ആ സ്കില്ല് കൗൺസിലർക്ക് വേണം. ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് ദ പ്രോബ്ലംസ്, ഓക്കെ, ആൻഡ് പ്രയോറിറ്റൈസ് ഇഷ്യൂസ്, വാട്ട് ആർ ദ ഇഷ്യൂസ് ഷെയർഡ് ബൈ ദ കൗൺസിലിംഗ് ആൻഡ് ഓർഗനൈസ് ഇറ്റ്. Then analyze information. Okay, analyze the information, gathered information from the client. Then synthesize. Synthesize means a problem analyze what are the gains. Okay, what are the important factors which needs to be given importance. അതാണ് ഒരു സിന്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ സിന്തസൈസ് ചെയ്ത് പുതിയ ഒരു സിന്തസൈസ് ബിൽഡ് ചെയ്യും. ഓക്കെ, ആ ഗെയിൻഡ് ഇൻഫർമേഷനിൽ പിന്നെ എന്താ പറയുക, ആ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ആക്ച്വൽ പ്രോബ്ലംസും പിന്നെ അതിന് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും. പിന്നെ റിഫ്ലക്റ്റിംഗ് എ പ്രോബ്ലംസ് മീൻസ് സെയിം തന്നെ ഈ നമ്മുടെ സിന്തസിസ് തന്നെ, ജസ്റ്റ് അനലൈസ് ദ പ്രോബ്ലം ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്, മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലയന്റ്. ആ ക്ലയന്റ് ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലംസ് കൃത്യമായിട്ട് ഈ ക്ലയന്റിന്റെ മുന്നിൽ ഒന്നും കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് ഡെവലപ്പിംഗ് അപ്രോച്ച് ആണ്. അതായത് അറ്റൻറ്റീവ് ബിഹേവിയർ ആൻഡ് മിനിമൽ എൻകറേജ്മെന്റ്. അതല്ല, അറ്റൻറ്റീവ് ബിഹേവിയർ മീൻസ് ആർ ദോസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ആക്ഷൻ ഓഫ് ദ ഇന്റർവ്യൂർ വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് she is interested and paying attention. മീൻസ് ആ ഒരു കോൺവെർസേഷനിൽ നമ്മൾ we should pay our attention and also make sure that whether the client is paying attention and also whether the client make a confidence of the client that the counselor is paying attention. Means ആ കൗൺസിലിംഗ് പ്രോസസ്സിൽ നമ്മൾ കൗൺസിലിങ്ങിനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഫീലിങ്സ് ഉണ്ടാക്കും. ഓക്കെ, ആൻഡ് മിനിമൽ എൻകറേജ്മെന്റ്, അതിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക, ആരെ ക്ലയന്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒരു മിനിമൽ എൻകറേജ്മെന്റ് കൊടുക്കുക ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടി. പിന്നെ സമ്മറൈസിങ് മീൻസ് നമ്മളെ ഈ പ്രോബ്ലംസ് ക്ലയന്റ് പ്രോബ്ലംസ് എക്സ്പ്രസ് ചെയ്ത ശേഷം ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് യു മേക്ക് എ സമ്മറൈസ്. ഒരു സമ്മറൈസ് ചെയ്തിട്ട് കിട്ടിയ കാര്യങ്ങൾ ഒരു സമ്മറൈസ് ചെയ്യാം. ടി വിയിലൊക്കെ കാണാം, ചിലവര് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ലെ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, we should summarize what are the issues or statement made by the client during the counseling process. We can making a transition at the time during the interview.
and the interviewer may decide that a change should be made in the material being discussed. മീൻസ് ആ ഒരു നമ്മൾ ഇതിലെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ലയൻറ്റുമായിട്ട് ഉള്ള കോൺവെർസേഷനിൽ ആ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ആ പറയുന്ന കാര്യങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വേണമെന്ന് കൗൺസിലർക്ക് തോന്നിയാൽ അങ്ങനെ ആ ഒരു ചേഞ്ച് തരുന്ന ആ ഒരു ഇന്റർവ്യൂ ടൈപ്പിലൊരു ചേഞ്ച് വരുന്നതാണ് ഈ ട്രാൻസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പാരഫ്രൈസിങ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തിരിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് ക്ലയന്റ് ഉടനെ തിരിച്ചു പറയും. അതാണ് പാരഫ്രൈസിങ് എന്ന് പറയുക. ഓക്കെ, ക്ലയന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരാൾ നമ്മളോട് ഒരു കാര്യങ്ങൾ പറയും, നമ്മൾ ആ കാര്യം തന്നെ തിരിച്ച് പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തിരിച്ചു പറയാം. ആ ക്ലയന്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യും. അതാണ് പാരഫ്രൈസിങ്. ഓക്കെ, അതിന്റെ മുകളിലൊരു ടോക്ക്. ഓക്കെ, പിന്നെ ഇന്റർപ്രറ്റിംഗ് സ്കില്ല് വേണം. ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റ് പ്രോബ്ലം പിന്നെ കൗൺസിലർ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ ക്ലയന്റിന്റെ ഇഷ്യൂസ് എന്താണ് എന്ന് പിന്നെ കണ്ടുപിടിക്കുന്ന രീതി ഒരു ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, ആ ക്ലയന്റ് ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്. യു ഷുഡ് ഹാവ് ദ സ്കിൽ ടു ഇന്റർപ്രറ്റ് ദ ക്ലയന്റ് സെന്റൻസ്. അതിന് കണ്ടന്റ് അനാലിസിസ് എന്നാൽ ക്ലയന്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ചെയ്തിട്ട് അതിനൊരു ഇന്റർപ്രിട്ടേഷൻ പിന്നെ കണ്ടെത്തണം. പിന്നെ അഡ്വൈസിങ്. ഇൻ സം കേസ് വി ക്യാൻ മേക്ക് അഡ്വൈസിങ്. കൺഫ്രോണ്ടിങ്, ജസ്റ്റ് കൺഫ്രോണ്ട് ദ ക്ലയന്റ്. അത് ദാറ്റ് മീൻസ് കൺഫ്രോണ്ടിങ് മീൻസ് പിന്നെ ഈ ക്ലയന്റിനെ ഈ മനസ്സിലാക്കി കൊടുക്കുക കാര്യങ്ങൾ. ഓക്കെ, ക്ലയന്റ് വന്ന കാര്യങ്ങളിൽ ഒരു പിന്നെ കൺക്ലൂഷൻ എന്ന രീതിയിൽ കൺഫ്രോണ്ടിങ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ റീഫ്രെയിമിങ്, ചില സെന്റൻസ് ചില ടോക്ക് ചില പിന്നെ സ്റ്റേറ്റ്മെന്റ് വി ഹാവ് ടു റീഫ്രെയിം ദ കൗൺസിലിംഗ് പ്രോസസ്. ഇതാണ് ഈ ഡെവലപ്മെന്റ് ഫേസിൽ വേണ്ട. പിന്നെ ഫൈനൽ സ്റ്റേജിൽ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡെവലപ്മെന്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഏകദേശം എന്താ പറയുക ഈ റീച്ച് പ്രോബ്ലം സോൾവിങ് സ്റ്റേജ്. ഓക്കെ, ഒരു പ്രോബ്ലം സോൾവിങ് സ്റ്റേജിൽ നമ്മൾ എത്തി. ഇനി ഫൈനൽ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഒന്ന് റിവ്യൂയിങ് ദ പ്രോസസ്സ്. റിവ്യൂയിങ് ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ക്ലയൻറ്റുമായിട്ട് എങ്ങനെ ആണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ആ ഇന്റർവ്യൂ നടത്തി, അപ്പോൾ ക്ലയന്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്തു, നമ്മൾ ഏത് രീതിയിൽ പിന്നെ ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്തു, നമ്മൾ ഇന്റർവ്യൂ പ്രോസസ് ജസ്റ്റ് അനലൈസ് ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ, വാട്ട് ആർ ദ സ്റ്റെപ്സ് വി ഹാസ് ടേക്കൻ വൈൽ പെർഫോമിംഗ് ഇന്റർവ്യൂ. ഓക്കെ, അങ്ങനെ ആൻഡ് വെദർ ഇറ്റ് ഹെൽപ്പ് ദ ഇന്റർവ്യൂ ക്ലയന്റ് ഓർ നോ. ഓക്കെ, then evaluation, as I said just like means the client in a final evaluation of the progress towards the problem resolution and goal attainment. Okay, means just evaluate whether the client has attained his goal or not, whether our intervention are attained, whether the client got actual help during the counseling process or during the interview process. counseling അതാണ് evaluation. Okay, then sharing ending feelings and saying goodbye. ഓക്കെ, അത് ഏകദേശം പിന്നെ ഈ ലാസ്റ്റ് സ്റ്റേജിൽ എന്താ പറയുക ആ ഒരു ഫീലിങ്സ് ഷെയർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇറ്റ് ഇസ് ഫോർ എ termination of the counseling process or termination of the interview process, means saying goodbye. And so we will just conclude the what is the interview process, and with a happy and warm we will make a goodbye to the client. The interview process last ulladu. Okay, then after that what is recording, note taking. Means recording, writing all the activities. It means making a final report of the counseling process, making a final report of the interview process. Okay, അതാണ് എന്ത് ഈ റെക്കോർഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഈച്ച് കൗൺസിലിംഗ് കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് പ്രോസസ് ആയാലും നമുക്ക് റെക്കോർഡ്സ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് പ്രോസസ് കഴിഞ്ഞാലും of the so that should be in a particular format. Okay, interview ഒരു particular formatലാണ്. അതിൽ ഡേറ്റ് ഉണ്ടാവും, ടൈം, then interview പേരുണ്ടാവും, then what are the criteria,
for writing the reports. Okay, ആദ്യത്തെ സർവീസ്, beginning of service, how to provide the interventions, and how many sessions conducted. അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളൊരു റിപ്പോർട്ടാണ് ഈ ഫൈനൽ റിപ്പോർട്ട്, അല്ല റെക്കോർഡിങ്, ഇന്റർവ്യൂ ഓർ കേസ് ഓർക്കുന്ന ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാണ്ട് സം ജനറൽ സ്കിൽ ആണ് പറയുന്നത്. ഓക്കെ, അത് നമുക്കുണ്ടായി സം ജനറൽ സ്കിൽസ്. സംടൈം എക്സാമിന് ചോദിക്കും വാട്ട് ആർ ദ സ്കിൽസ് ഇൻ സോഷ്യൽ വർക്ക്, വാട്ട് ആർ ദ സ്കിൽസ് ഇൻ കേസ് വർക്ക്. അങ്ങനെ ഏത് ചോദിച്ചാൽ നമുക്ക് പിന്നെ ഇതൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. ഒന്ന് ടോക്കിംഗ്, ഒരു ജനറലായിട്ട് ഇൻട്രാക്റ്റീവ് സ്കിൽസ് എന്ന് ടോക്കിംഗ് അല്ലേ, സംസാരിക്കുക. അതിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ്? വോയിസിൻ്റെ, സ്പീച്ചിൻ്റെ, ലാംഗ്വേജ് അല്ലേ. നമ്മുടെ വോയിസ് ഒരു ഘടകമാണ്, നമ്മുടെ സ്പീച്ച് നമ്മളെങ്ങനെ സംസാരിക്കുന്ന ഒരു ഘടകമാണ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. മീൻസ് ടോക്കിംഗ് എന്നുള്ളത് ഈസ് എ സ്കിൽ implies to use your voice, our speech, our skill, language, and our body language, our eye contact, means our verbal and non-verbal model അതിൽ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഒരു ടോക്കിങ്ങിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള സംസാരമല്ല. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വോയിസ്, നമ്മളെ വോയിസ് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ നമ്മളെ സ്പീച്ച്, എങ്ങനെ സംസാരിക്കുന്നു, പിന്നെ നമ്മളെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. ഓക്കെ, നല്ല പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, റൂഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ വളരെ എൻകറേജ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ്. ഓക്കെ, ജനറൽ സ്കിൽസ്. ദെൻ ലിസണിങ്, പേയിങ് അറ്റൻഷൻ ടു ദ ക്ലയൻറ്റ്, നമ്മളെങ്ങനെ ശ്രദ്ധിക്കുന്നു, അത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓക്കെ, പേയിങ് അറ്റൻഷൻ ടു ദ ക്ലയൻറ്റ്, ആ ലിസണിങ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് സ്കിൽ. പൊതുവെ പറയാറുള്ളത്, ഒരു ക്ലയൻറ്റ് ഒരു പ്രോബ്ലമായി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇഫ് യു പേ ആൻ ആക്റ്റീവ് ലിസണിങ്, നമ്മൾ ആ വ്യക്തിനെ ശ്രദ്ധിച്ചാൽ, ലിസൺ ചെയ്താൽ ആ വ്യക്തിൻ്റെ പകുതി പ്രോബ്ലം റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ലിസൺ ചെയ്യാൻ ആരുമില്ലാതെ ആണ് ചില പ്രോബ്ലംസിന് കാരണം. മറ്റുള്ളത് പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, എന്താ പറയുക, ഈ നമ്മളെ പ്രോബ്ലംസ് ഒക്കെ പകുതി തീർന്നു പറയാൻ പറ്റും. കേൾക്കാൻ ആരും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അഥവാ ലിസണിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽസ്. പിന്നെ എൻകറേജിങ് ആൻഡ് കമ്പനിങ്, മീൻസ് എൻകറേജ് ദ client to talk, encourage the people to talk. Okay, means giving a support and encouragement while having conversation. That is another skill. അത് എല്ലാവരും ആ ഒരു സ്കില്ല് ആർക്ക് വേണം? ഒരു സോഷ്യൽ വർക്കർക്ക്, ഒരു കൗൺസിലർക്ക് വേണം. എക്സാമ്പിൾ നമ്മൾ യെസ്, ഓക്കെ, യെസ് പ്ലീസ് ഗോ, യെസ് കണ്ടിന്യൂ, ദാറ്റ് മീൻസ് സച്ച് കൈൻഡ് ഓഫ് വേർഡ്സ്. ഓക്കെ, യെസ് തുടരും. അങ്ങനെ ഒരു സപ്പോർട്ട്, ദാറ്റ് മേക്സ് the client feels that the counselor is interested in me, interested in my case. Therefore, that will help that will encourage the client to disclose his problem, his issues. Okay, അങ്ങനെ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട്, അതൊക്കെ ഒരു സ്കില്ലാണ്. ഓക്കെ, then body language non verbal communication ഭാഗം ബോഡി ലാംഗ്വേജ്. Okay, our body language is very important in the communication process. Okay, other than our language we speak, our eye contact, our body our posture, okay, is very important. Then another skill is empathy. Is another skill. What is empathy? നമ്മൾ നേരത്തെ പറഞ്ഞു, ഗെറ്റിംഗ് ദ ഷൂസ് ഓഫ് അതേഴ്സ്, മീൻസ് മറ്റുള്ളവരുടെ പിന്നെ സ്വന്തം വിഷമം എന്ന രീതിയിൽ കാണുക, മറ്റുള്ളവരെ നമ്മളിലൂടെ കാണുന്ന ഒരു രീതി. അതാണ് ഈ തന്മയി ഭാവം എന്ന് പറയുന്നത്. അതിലെ ഇൻ മലയാളം ഒരു സ്കില്ലാണ്. പിന്നെ authenticity means while giving a service, while talking, while dealing with the client,
in information sharing should have some authenticity. Okay, and it should not pass or impose any false ideas. Okay, what are the information we pass? What are the information we discuss with the client? Should be authenticity. There's self-understanding. Self-understanding. Authenticity ഒന്നുകൂടെ പറയാം. പിന്നെ ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ചിലപ്പോൾ ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ സമയമാണ്. പലരും പല സംശയങ്ങൾ നമ്മൾ ചോദിക്കും. നമ്മളെന്ത് ചെയ്യും? നമ്മൾ പിന്നെ ഈ നമുക്കറിയുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഭാവനയിൽ നിന്ന് കുറേ കാര്യങ്ങൾ, അവിടുന്ന് ഇവിടുന്നിട്ട് കാര്യങ്ങൾ, അതൊക്കെ കളപ്പ് ചെയ്ത് നമ്മൾ പറയും. ദാറ്റ് മീൻസ് ദാറ്റ് ഡസ് ഹാവ് എനി ഒതന്റിസിറ്റി ആണ്. ഒതന്റിസിറ്റി ദാറ്റ് ഷുഡ് ബി വാലിഡ്, ഒരു ജനറൽ വാലിഡ് ആയ സ്റ്റേറ്റ്മെന്റ്. ആ നമ്മൾ പറയുന്ന സെന്റൻസ് സപ്പോർട്ട് ചെയ്യാൻ ഒരു എവിഡൻസ് നമ്മുടെ കയ്യിൽ വേണം, ഒരു റെഫറൻസ് വേണം. ഓക്കെ, അങ്ങനെ ഒരു കോൺക്രീറ്റ് ആയ രീതിയിലുള്ള സെന്റൻസ് മാത്രമേ നമ്മൾ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പാടുള്ളൂ. അതാണ് ഒതന്റിസിറ്റി. ദെൻ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ case worker or a social worker should understand his self, his limitation, his weakness, his strength, his feelings, his emotional or understanding one. Okay, the self control one or controlled emotional involvement, self controlled one. Okay, should not go beyond a particular line. Means it should always keep in mind that I am a professional, I am a counselor, I am a social worker. Okay, I should not lose our control and go beyond that. The understanding of social work values and ethics. Social work values, ethics, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും. ഓക്കെ, അത് വാല്യൂസ് എന്താണ്, എത്തിക്സ് എന്താണ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് നോളജ് വേണം. There are number of professional associations out there. ഒരു അസോസിയേഷൻ, വി ഷുഡ് ബി മെമ്പർ ഓഫ് സം അസോസിയേഷൻ. ആൻഡ് ആ അസോസിയേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ നമ്മളെ അപ്ഡേറ്റ്, നമ്മളെ ഈ പ്രൊഫഷണൽ നോളജിൻ്റെ അപ്ഡേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് സ്കില്ല്. ഓക്കെ, റെസ്പോൺസിബിൾ അസർട്ടീവ്നെസ്. ഒരു കൃത്യമായ രീതിയിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് കാര്യങ്ങൾ പറയാനുള്ളൊരു കഴിവ് വേണം. ഓക്കെ, say no when we need to say no, say right when need to say right, and don't say no when need to say right. Means പറയേണ്ട കാര്യം പറയുന്ന സമയത്ത് കൃത്യമായ ഡിസിഷൻ. ഓക്കെ, അതൊക്കെയാണ് ഒരു ജനറൽ സ്കിൽ, ഒരു സോഷ്യൽ വർക്കിൻ്റെ സ്കിൽ. ഓക്കെ, അടുത്ത റിലേഷൻഷിപ്പ് ഓഫ് ദ ഇന്റർവ്യൂർ ആൻഡ് ഇന്റർവ്യൂ. ഒരു ക്ലയൻറ്റും ഒരു കൗൺസിലിംഗ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, നമുക്കറിയാം നമ്മളെ മുന്നിലൊരു പിന്നെ കൗൺസിലിംഗ് വന്നു, ഒരു ക്ലയൻറ്റ് വന്നു കൗൺസിലിംഗ്. അപ്പോൾ ഒരു 3, 4, ചിലപ്പോൾ 5, 6 ഫേസസ് ഓഫ് ചില സെഷൻസ് നമ്മൾ നടത്തേണ്ടി വരും. ഓക്കെ, ആ സെഷനിൽ ആ ഒരു ഇന്റർവ്യൂർ ആൻഡ് ഇന്റർവ്യൂ, ഓറെ കൗൺസിലർ ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ, ഓറെ കേസ് വർക്കർ ആൻഡ് ക്ലയൻറ്റ്, ഓറെ കേസ് വർക്കർ ആൻഡ് കൗൺസിലിംഗ്. ആ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട കാര്യങ്ങളാണ് അത് പറയുന്നത്. അതിലൊന്നാണ് എസ്റ്റാബ്ലിഷ് റാപ്പോർട്ട്. I already said about this. Establish a rapport means making a warm relationship. ഒരു ഊഷ്മളമായ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കണം. ഒരു ക്ലയൻറ്റ് ആദ്യമായി നമ്മൾ മുന്നിൽ വരുമ്പോൾ നല്ലൊരു ബന്ധം, ബൈ ഇൻട്രൊഡ്യൂസിങ്, ഓക്കെ, ബൈ കോളിംഗ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ആൻഡ് വൈ ടോക്കിംഗ് സം ജനറൽ ആസ്പെക്ട്. അങ്ങനെ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയത്, നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതിന് പറയുന്ന പേരാണ് establishing a rapport, making a good relationship, warm relationship with the client. That is very important. That is the first stage, and that is very important. Why means that in the whole counseling process, it depends on how the interviewer or the counselor keeps a relationship with the client, how the counselor is getting acceptance in the client's life. അത് ഡിപ്പെൻസ് ചെയ്തിട്ടായിരിക്കും ഈ കൗൺസിലിംഗ് പ്രോസസ്സിൻ്റെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്സ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 കാര്യങ്ങൾ പറയാം. ഒന്ന് ട്രാൻസ്ഫർ. ഈ റിലേഷൻഷിപ്പിൽ പിന്നെ ചിലപ്പോൾ പിന്നെ ഒരു കൗൺസിലിംഗ് നടുക്ക് കാണുന്നത് ഒരു കൗൺസിലാണ് ചെയ്തത്. ഓക്കെ,
അതിൻ്റെ പിന്നെ തെറാപ്പിസ്റ്റിനെ നമ്മൾ കാണുന്നുണ്ട്, ഒരു കൗൺസിലർ. അപ്പോൾ ചിലപ്പോൾ ചില അവസരങ്ങളിൽ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് വന്നാൽ അത് ഈ ട്രാൻസ്പെറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അട്രാക്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എൻ അട്രാക്ഷൻ ടുവേഴ്സ് കൗൺസിലിംഗ് ടു ദ കൗൺസിലർ, ഓർ ഇറ്റ് ഈസ് എൻ അട്രാക്ഷൻ ടുവേഴ്സ് ഫ്രം എ ക്ലൈൻറ്റ് ടു ദ കൗൺസിലർ. ഒരു ക്ലൈൻറ്റിന് കൗൺസിലറോട് ചേരുന്ന ഒരു അഫെക്ഷൻ, ഒരു അട്രാക്ഷനാണ് ഈ ട്രാൻസ്പെറൻസ് എന്ന് പറയുന്നത്. It may be happen because of the past experiences of that particular client. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ആ നടുക്കുള്ള ക്ലൈൻറ്റ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുക്ക് വന്നു. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ആ ക്ലൈൻറ്റിൻ്റെ ഒരു ഫീലിങ്സ് ആ തെറാപ്പിസ്റ്റ് ആരെ കാണും? ചിലപ്പോൾ അത് രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ ക്ലൈൻറ്റിൽ കാണും ആ ക്ലൈൻറ്റിൻ്റെ ഫാദറായിട്ട് തോന്നും, ഒരു ഫാദർ ഫിഗർ നമുക്ക് തോന്നും. ചിലപ്പോൾ ആ ക്ലൈൻറ്റ് ചിലപ്പോൾ കൗൺസിലറെ കാണുന്നത് ആ കൗൺസിലറെ ആ ക്ലൈൻറ്റിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്, ആ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പിക്ചറുമായിട്ട് അല്ലെങ്കിൽ ഒരു സംസാരമായിട്ട് ഈ ആർക്ക് സാമ്യം ഉണ്ടാവും? കൗൺസിലർക്ക്. അത് ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? ഈ കൗൺസിലറോട് ഒരു അഫെക്ഷൻ, ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതാണ് എന്ത്, ചിലപ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ചിലപ്പോൾ ദേഷ്യമായിട്ട്, ചിലപ്പോൾ ആ കൗൺസിലറുടെ ലൈഫിൽ, ഏർലി ലൈഫിൽ, ചൈൽഡ്ഹുഡിൽ ആ കൗൺസിലർ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മുഖമായിരിക്കും ചിലപ്പോൾ ഈ കൗൺസിലറിൽ കാണുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയുക, അത് അഫെക്ഷൻ ആയിരിക്കും? നോ, ഒരു ദേഷ്യം, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ള ഒരു അഫെക്ഷൻ ഓർ റിലേഷൻഷിപ്പ്, ഒരു അട്രാക്ഷൻ ടുവേഴ്സ് കൗൺസിലിംഗ് ടു ദ കൗൺസിലർ ആണ് എന്ത് ട്രാൻസ്പെറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല രീതിയിൽ അത് എങ്ങനെ ഈ കൗൺസിലിംഗ് പ്രോസസ്സിനെ ബാധിക്കും? ഇറ്റ് മേ അഫക്ട് ദ കൗൺസിലിംഗ് പ്രോസസ് അല്ലേ? കാരണം ചിലപ്പോൾ ഈ കൂടുതൽ അട്രാക്ഷൻ വരും. അട്രാക്ഷൻ സംടൈം ഇറ്റ് മേ ബി ആൻ അഫെയർ, ഓർ സംടൈം ഇറ്റ് മേ ഗോ ടു സം അതർ റിലേഷൻഷിപ്പ് between the counselee and the counselor. Okay, that kind of affection or attraction or feelings of client towards the counselor is known as a transference. Okay, ട്രാൻസ്പെറൻസി കൗൺസിലിംഗിൽ മാത്രമല്ല, നമ്മളിപ്പോൾ നമ്മളെ നോർമൽ ലൈഫിലും നമ്മൾ എവിടെയൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളുടെ സ്വഭാവം, ചില വ്യക്തികളുടെ ഈ ആറ്റിറ്റ്യൂഡ് വേറെ ചില ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ട് നമ്മൾ അവരുമായിട്ട് ചിലപ്പോൾ അട്രാക്റ്റ് ആകും അല്ലേ? ആ ഒരു ഒരു അട്രാക്ഷൻ, ഒരു അഫെക്ഷൻ എന്ന് പറയുന്ന പേരാണ് ട്രാൻസ്പെറൻസ്. Then what is a counter transference? Counter transference means just opposite that. It is an affection or reaction, relation or affection or affection of attraction of a counselor towards a counseling. Okay, or a therapist towards the client, or a case worker towards the client. അതാണ് ഈ കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ചിലപ്പോൾ ഇവിടെ ഈ ഒരു ക്ലൈൻറ്റ് ഒരു കൗൺസിലിങ്ങിന് വരുന്നു, കൗൺസിലർ മുമ്പിൽ. അപ്പോൾ ഫസ്റ്റിൽ ആ കൗൺസിലറെ കാണുമ്പോൾ കൗൺസിലർ മൈൻഡിൽ ഒരു തോട്ട്സ് ഉണ്ടാവും. മീൻസ് ആ കൗൺസിലറെ ഏർലിയർ ലൈഫിൽ എവിടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് സാമീപ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ വേ ഓഫ് ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ സ്പീച്ചുമായി സാമീപ്യം ഈ ക്ലൈൻറ്റ് കാണും. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് അട്രാക്ഷൻ ഫ്രം counselor to the counselee is counter transference. Okay, the relationship is very important. Okay, yes. Why we are discussing this one is that if we are a counselor, okay, many of you after the course will be a counselor. Counselor ആയ ശേഷം ചിലപ്പോൾ towards the counselor, the relationship. Okay, should be a counselor. You should know about the ideas of transference and counter transference.
Okay. അടുത്താണ് some specific interviewing problems. Okay. Some interviewing problems. ഇന്റർവ്യൂവിലുള്ള ചില പ്രോബ്ലംസ് ഞാൻ ജസ്റ്റ് അത് പിന്നെ അതിൽ ഒരു 4 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എൻവയറമെന്റൽ ഫാക്ടേഴ്സ്. The first one, environmental factors is a problem. Another one is socio-cultural factors. Other problem. It's psychological factors, and that may be another factors. Okay, that's then another factors related to the client and case work. ഇങ്ങനെ 4 തരത്തിൽ ഈ ഒരു ഇന്റർവ്യൂവിന് ഒരു പ്രോബ്ലത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. അതിൽ വാട്ട് ആർ ദ എൻവയറമെന്റൽ ഫാക്ടേഴ്സ്? എൻവയറമെന്റൽ ഫാക്ടേഴ്സ് മീൻസ് ഫിസിക്കൽ സെറ്റിംഗ്സ്. Means that is very important factors that will affect badly in other problem ആണ്. Physical settings sometimes it is a problem, ഒരു ഫാക്ടർ ആയിരിക്കും. ഈ കൗൺസിലിംഗ് ഇന്റർവ്യൂവിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള ഒരു ഫാക്ടറാണ് ഈ ഫിസിക്കൽ സെറ്റിംഗ്. ദാറ്റ് മീൻസ് ഒരു ഇന്റർവ്യൂവിന് ഒരു കൗൺസിലിംഗ് എന്ത് വേണം? ഒരു പ്രൈവസി വേണം. ലാക്ക് ഓഫ് പ്രൈവസി ഇസ് എ പ്രോബ്ലം. നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, കുറച്ച് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരിക്കലും കൗൺസിലിംഗ് നടത്താൻ വേണ്ടി പാടില്ല. കൗൺസിലിംഗ് ഒരു ഫിസിക്കൽ സെറ്റിംഗ്സ് വേണം, സീറ്റിംഗ് അറേഞ്ച്മെന്റ് വേണം. ഓക്കെ, if it is lacking this all, it is a problem. അതൊരു എൻവയറമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, അത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ, ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ഫിസിക്കൽ ഒരു റൂം സെറ്റിങ്സ് വേണം. അതിൽ അവിടെ ദർ ഇസ് നോ എനി അതർ interruptions, there is no any other noise pollution, there is no any other extra what is the barriers. Okay, another one is socio-cultural factors. ഒന്ന് ബിയാസിസ്, എന്നാൽ പിന്നെ ഈ കൾച്ചറൽ ഡിഫറൻസസ് അതൊരിക്കലും എന്താ പറയുക, ഈ ചിലപ്പോൾ കളർ, ചിലപ്പോൾ ഏജ്, ചിലപ്പോൾ ബിലീഫ്സ്, കസ്റ്റംസ്, ചിലപ്പോൾ റിലീജിയൻസ്, അത് പിന്നെ ഈ കൗൺസിലിംഗ് പ്രോസസ്സിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം. ദാറ്റ് മീൻസ് ഒരു കൗൺസിലർ ഒരു ക്ലയന്റിനെ പിന്നെ ഡീൽ ചെയ്യുമ്പോൾ ആ ക്ലയന്റുമായി ബന്ധപ്പെട്ട് ആ ക്ലയന്റിന്റെയും ഈ കൗൺസിലറെയും ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. Okay, sometimes in the counselor may be coming from high-fi families, and the client is from a very rural and unhealthy issues, and his attitude and behavior is that is different, and his class status is very low. Someday that may affect. Okay, therefore, keeping in mind that that should not affect the counseling process. Okay. Means then in the religious affiliations, different religion ulla alkare counseling varundu. Okay, the counselor maybe belongs to a particular religion and the client maybe belongs to a particular religion. Therefore, it should not affect the counseling process. Someday that may be a problem. Then psychological factors means differences in the age, intelligence and attitudes, personality complexes. That's a factors. അത് ക്ലയൻറ്റും കൗൺസിലും തമ്മിൽ ഏജ് ഡിഫറൻസ്, ചിലപ്പോൾ അവിടെ ക്ലയൻറ്റിന് ചിലപ്പോൾ തുറന്നു പറയാനുള്ള മടിയുണ്ടാവും. ഓക്കെ, പിന്നെ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി, ഓക്കെ, അതിലൊരു ഡിഫറൻസ്, അതൊക്കെ ഒരു ഈ പ്രോബ്ലം ആയിട്ട് വരാണ്ട്. ചിലപ്പോൾ ഈ ചില കൗൺസിലർ ഒരാളൊരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ പല സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാളൊരു പ്രോബ്ലമായി കൗൺസിലിംഗ് സെന്ററിൽ പോകുമ്പോൾ കൗൺസിലർ എന്ന രീതിയിൽ വളരെ യങ് ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇന്ന് കൗൺസിലിംഗ് മേ ബി ഒരു പിന്നെ എന്താ പറയുക മിഡിൽ ഏജ്ഡ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് കൗൺസിലിംഗ് വിൽ ഹാവ് എ ഫീലിംഗ്സ് ദാറ്റ് വെദർ ദിസ് സ്മോൾ ഫെല്ലോ ക്യാൻ സോൾവ് ദി പ്രോബ്ലം ഓർ നോട്ട്. അങ്ങനെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പം എന്താ പറയുക കൗൺസിലിംഗ് പ്രോസസ്സിൽ ഒരു ബാരിയർ ഒരു ഇഷ്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ, ഏജ് ഡിഫറൻസ്, ഓക്കെ, അതൊക്കെ ഒരു പിന്നെ ഒരു ഘടകമായിട്ട് വരാറുണ്ട്. അപ്പോൾ that doesn't mean to keep a aged counselor, no. Okay, I am just saying the factors and what youngest successful I was, okay, means problems. Then another one is factors related to the client again, is lying and fabrication. That is another
ഫാക്ടീസ് റിലേറ്റഡ് ക്ലൈൻറ്റ് ആൻഡ് കേസ് വർക്ക്. ചിലപ്പോൾ ഈ കൗൺസിലിംഗ് ഈ നുണ പറയും, ചിലപ്പോൾ ഉള്ള ഈ കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ്, പുതിയ കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ്. ദാറ്റ് ഈസ് അനദർ ചലഞ്ച് ആൻഡ് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ കൗൺസിലർ. Okay, all the problems shared by the client informed of the counselor is not fact. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്നിരുന്ന് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് കൗൺസിലിംഗ് ഈസ് മേക്കിംഗ് വാട്ട് ഇസ് എ സ്റ്റോറി, ഫാബ്രിക്കേറ്റ് ചെയ്ത് വേറെ പുതിയ കഥകൾ ഉണ്ടാക്കി പറയും. അതൊക്കെ ഒരു ഇതാണ്. പിന്നെ ഈ ചില ബോറിങ് സെഷൻസ്. ഓക്കെ, പിന്നെ ഈ ചില വൈറ്റൽ ഇൻഫർമേഷന് ഈ ക്ലയൻറ്റ് തന്നെ അത് ഹൈഡ് ചെയ്യും, തുറന്നു പറയില്ല, ഒളിച്ചു. പിന്നെ ഈ നോൺ കോപ്പറേറ്റീവ്, ഒരു രീതിയിലും കോപ്പറേറ്റ് ചെയ്യാതെ ക്ലയൻറ്റ് ഉണ്ട്. അവിടെ നമുക്ക് അതൊക്കെ എന്താ ഒരു ഫാക്റ്റ്. പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മെസ്സേജ്. ഈ കൗൺസിലിംഗ് എന്നുള്ളത് ഒരു ഇറ്റ് ഈസ് ഓൺലി ഫോർ solving the mental problem. There's a misconception in the society that those who are going for a counselor is having a mental problem. The misconception about the term counseling or casework. That are all different factors. Okay. And next one is case recording. Case recording. As I said just like before, interview process recording. It is very important. A case recording in casework. Okay, what is the case recording? Case recording means it is a formal written account of casework proceedings. It is a formal writing of casework proceedings, making a keeping a record, keeping a document, means documentation of all the process of casework is known as casework recording. Means making a documentation of all the stages of casework, making a recording of client's details, okay, client's problems details, different making a recording of different stages of caseworker, making a recording of different level of intervention, and making a recording of different levels of progress of the client. Okay, now what is the use of this one recording? We can record use താഴെ പറയുന്നുണ്ട്. പുതിയ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ it will use for further evaluation of the work of the counselor or caseworker, and it can be used for researching, and it can be used for making some other new techniques. Okay, it can be used for information gather, and it can be used for referring. Okay, ഇനി ഇതിലൊരു 3-4 പ്രിൻസിപ്പിൾ ഉണ്ട്. പ്രിൻസിപ്പിൾ ജസ്റ്റ് ഐ വിൽ റീഡ് ദിസ് പ്രിൻസിപ്പിൾ. ഒരു 4 സിഗ്നിഫിക്കന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് ആക്യുറസിയാണ്. മീൻസ് ആക്യുറസി in writing a report. It should be accuracy. Okay, means it must be clear. There is no doubts, there is no ambivalence in the report. Then objectivity. Should have an objective for writing a report. What are the objectives of writing? Objectivity should be there. As I just like before, it should help for analyzing the casework process. It should be used for analyzing the problems of the client. It is for using for analyzing further treatment, for further intervention for the client. Okay, the simplicity in the report should be in simplicity, in simply, should not be complex. The writing should be very simple. The documentation simplicity ആയിരിക്കണം. Then clarity should be clarity, or conceptual clarity, right? ഉണ്ടായിരിക്കണം. Means every words and every sentence, every interventions, every statement should be clear. Okay. What is the purpose of recording? ഒന്ന് നമുക്ക് purpose of case practice. Sir, പറയുന്ന വല്ലാണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്.
ഹലോ I think it may be. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? സാർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വല്ലാതെ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇതിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ്. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പിന്നെ ഞാൻ ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗെയിൻ. ഞാനിപ്പോൾ പറയുന്ന കേസ് വർക്കിന്റെ റെക്കോർഡിംഗ് ആണ്. റെക്കോർഡ് നമ്മൾ കേസ് വർക്കിൽ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം. അതിൽ വാട്ട് ഇസ് എ റെക്കോർഡ്? കേസ് വർക്ക് റെക്കോർഡിംഗ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. കേസ് വർക്ക് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോർമൽ റിട്ടൺ ഡോക്യുമെന്റ് ഓഫ് ദ കേസ് വർക്ക് പ്രോസസ്. ഓക്കെ, ഓഫ് കേസ് വർക്ക് സ്റ്റേജസ്. It is a documentation of all the stages of casework from the beginning to the end. Okay, and all the case work process record ചെയ്യുന്നതാണ് കേസ് വർക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. അതിലൊരു 4 പ്രിൻസിപ്പിളിൽ ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. പിന്നെ അടുത്തത് പർപ്പസ് ഓഫ് റെക്കോർഡിങ്. അതിൽ 4 പേർപ്പസ് ആണ് മെയിനായിട്ടുള്ളത്. ഒരു പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എയ്ഡ്സ് ഫോർ പ്രാക്ടീസ്. ഇറ്റ് ഹെൽപ്പ് ദ കേസ് വർക്ക് ഫോർ ഹിസ് പ്രാക്ടീസ്. നമ്മൾ കേസ് വർക്ക് പ്രാക്ടീസിന് ഹെൽപ്പിന് വേണ്ടിയിട്ട് ആണ് ഈ കേസ് വർക്ക് റെക്കോർഡ് ഉണ്ടാക്കുന്നത്. അതൊക്കെ സ്റ്റേജസ്. അതിൽ ഒന്നാമതായിട്ടുള്ളത് ഇറ്റ് ഹെൽപ്സ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. നമ്മളൊരു റെക്കോർഡ് ഉണ്ടാക്കി, ഇഫ് യു മേക്ക് എ റെക്കോർഡ്, ഓക്കെ, എന്തൊക്കെ മേക്ക് എ ഡോക്യുമെന്റേഷൻ ഓഫ് ദ കേസ് വർക്ക് process, it help the counselor or a case worker to make a proper diagnosis and treatment. Each stage of the case work നമ്മൾ റെക്കോർഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഫർമേഷൻ ഗാതേർഡ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് റെക്കോർഡ്, ദാറ്റ് ഡോക്യുമെന്റേഷൻ, we can go for what is a diagnosis and treatment. And second one is ഇത് എങ്ങനെ പ്രാക്ടീസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓർഗനൈസിങ് ആൻഡ് സ്ട്രക്ചറിങ് ഓഫ് ഇൻഫർമേഷൻ. ഇറ്റ് വിൽ ഹെൽപ്പ് ദ കേസ് വർക്ക് ടു ഓർഗനൈസ് ആൻഡ് സ്ട്രക്ചറിങ് ഓഫ് ദ ഇൻഫർമേഷൻ ഗാതേർഡ്. വി ക്യാൻ മേക്ക് എ വാട്ട് ഈസ് we can organize the information according to the priority. We can the counselor can prioritize the problems. The counselor can prioritize the data collected, the information collected. From there, he can organize what is in the priority of the issues, the problem of the client. Then also another one is it a refresher in the memory of the worker. It increases the retrospective understanding. Means while making a recording, while making a documentation, after a particular stage, if reading that one, it will refresh the memory of the case worker. Okay, it also it make a retrospective understanding. Means he can increase the critical thinking on it. It will also help the client to reach means it will help the client to make an in-depth study or in-depth knowledge from the stages, data or information. നമ്മളിപ്പോൾ അതാണ് പിന്നെ ഈ പ്രാക്ടീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രാക്ടീസിൽ നമ്മൾ ഒരു റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ഇതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം നമുക്കറിയില്ല. പക്ഷെ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ രീതിയിൽ അത് പഠിച്ചിട്ട് അത് വീണ്ടും മെമ്മറിയിൽ റിഫ്രഷ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് ഫർദർ ഡയഗ്നോസിലേക്കും ട്രീറ്റ്മെന്റിലേക്കും പോകാൻ വേണ്ടി പറ്റും. അടുത്തത് ഇറ്റ് എയ്ഡ്സ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അത് അഡ്മിനിസ്ട്രേഷൻ എന്നാൽ വൈൽ റീഡിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡോക്യുമെന്റേഷൻ we can make a new policies. നമ്മളൊരു പോളിസി ചേഞ്ച് ചെയ്യാൻ പറ്റും. We can what is at administration level we can get more resources. We can share this information with the higher authority. We can share this information with another help person we can do. So you can use it from here. Oh, because of it will help another agency to make it their study.
Then it aids teaching and supervision. It adds a body of knowledge of social work, which is add as a what is a supervision, and it help in what's imparting education to the social work students. അതായത് ഈ പിന്നെ ഒരു കേസ് വർക്കിലെ ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുക, ആ ഇൻഫർമേഷൻ റെക്കോർഡ് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ അവർ സ്റ്റഡി പർപ്പസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെ ലാസ്റ്റിൽ കുറെ കേസ് വർക്ക് എക്സാമ്പിൾസ് ഉണ്ട്. Okay, means how to write casework report. There are a lot of examples out there in the same purpose. Okay, then it aids for research. I mean, it will help the caseworker or what is a counselor to make a further study by using the available data and experiences what is collected, what is recorded. ഈ റെക്കോർഡ് ഉപയോഗിച്ച് തന്നെ വീണ്ടും ഒരു റിസർച്ച് നടത്താൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു കേസ് വർക്ക് റെക്കോർഡിന്റെ ആവശ്യകത. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് റെക്കോർഡിംഗ്. ഒരു 4 ടൈപ്പുള്ള റെക്കോർഡിംഗ് ഉണ്ട്. റെക്കോർഡിംഗ് നമുക്ക് 4 തരത്തിലുണ്ട് ഇൻ കേസ് വർക്കിൽ. ഒന്ന് പ്രോസസ് റെക്കോർഡിംഗ്, 2 സമ്മറി റെക്കോർഡിംഗ്, 3 വെർബാറ്റം റെക്കോർഡിംഗ്, 4 നോൺ വെർബാറ്റം റെക്കോർഡിംഗ്. ഇങ്ങനെ 4 തരത്തിലുള്ള റെക്കോർഡിംഗ് ആണ്. അതിൽ ഫസ്റ്റ് ആണ് പ്രോസസ് റെക്കോർഡിംഗ്. പ്രോസസ് റെക്കോർഡിംഗ്, വാട്ട് ഇസ് പ്രോസസ് റെക്കോർഡിംഗ് എന്നുള്ളത് മീൻസ് the process of interview is reported and is rather detailed description. Means what is means just recording or documenting in the process of case work, different stages. We can make that is a type of recording. All the stage, first stage, study stage, assessment stage, okay, interaction stage, and then termination stage, evaluation, means different stage. And in the assessment stage there are different methods and techniques are used, and all the different steps and stages are used, are recorded, are documented. That is a process recording, means recording the process of the case work. Okay, what are stages are used. This summary means making a documentation of the summary of the casework, all casework. Okay, by analyzing in the each stage, by analyzing the result of the casework, by analyzing the different stages, okay, by analyzing the development of the individual, by analyzing the intervention stages, is just making a summary report of the casework process. Adana summary report. We can make a summary report. In examination, we can, and there are questions, make a summary like that, right? Now, means for summary, what we will do, we will go through all the process of that particular subject and make a summary of that. That is summary of the record type. That is another type of recording. Then verbatim recording. Verbatim recording means here the caseworker record the words and sentence made by the counselee during the counseling. A counselee paranja ade vaak as it is recording by writing or by using any other kind of medias will record, and that words and that statement will use for further interventions and will use for making what is a kind of interventions. അതിനാന്ന് പറയാ എന്താ പറയുക ഈ വെർബാറ്റം റെക്കോർഡിംഗ്. Non-verbatim recording means we just making a narrative recording of what is a social case work process. Okay, it may includes what is writing letters. Sometimes the client may write letters. Yeah, non-verbatim recording. This is a kind of types of recording in social casework. Then some guidelines for recording. Some guidelines. ഒരു 3 ടൈപ്പ് ഗൈഡ്ലൈൻസ് പറയാം. ഒരു കളക്ഷൻ നമ്മൾ റെക്കോർഡിംഗ് ഒരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഷീറ്റ് means name, his family history,
ഹിസ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി, ഹിസ് പേഴ്സണൽ ഹിസ്റ്ററി. ഓക്കെ, അത് ആണ് നമ്മൾ ഇത് ഈ ഇൻടേക്ക് ഷീറ്റ് നമ്മൾ ചെയ്യും. പിന്നെ ഈ എക്കോ മാപ്പിംഗ് എന്നുണ്ട്. എക്കോ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ കൗൺസിലർ വിൽ മേക്ക് എ മാപ്പ്. In that map, it represents what are the resources in the community. Okay, what are the outer resources available, which is using for which is important for the development of the client. Okay, അങ്ങനെ ഒരു ഔട്ട് മാപ്പ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ എക്കോ മാപ്പ് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ പറയാം ഒരു ക്ലയന്റ് നടക്കും, അതിൻ്റെ ഒരു 5 പ്രൈമറി സർക്കിളിലെ ഫാമിലി, സെക്കൻഡറി സർക്കിളിൽ നമ്മൾ കമ്മ്യൂണിറ്റി വെക്കും. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പിന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഓക്കെ, അതിൽ കമ്മ്യൂണിറ്റി റിലീജിയൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, ദെൻ സോഷ്യൽ ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ്, ദെൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഹോസ്പിറ്റൽ. അങ്ങനെ ഒരു എക്കോ മാപ്പിംഗ് ഉണ്ട്. വെദർ what are the factors which influence that particular person. ഓക്കെ, അങ്ങനെ അതിനെയാണ് പറയുക എക്കോ മാപ്പ് എന്ന് പറയാം. ദെൻ ജീനോഗ്രാം എന്ന് പറഞ്ഞാൽ, ജീനോഗ്രാം നമ്മൾ പറയാം, ഇറ്റ് ഇസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫാമിലി. ഫാമിലി ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫാദർ, മദർ, ഓക്കെ, 3 കുട്ടികൾ. ദാറ്റ് മേ ബി കൗൺസിലിങ്ങിന് വരുന്ന കുട്ടി ചിലപ്പോൾ മൂത്ത കുട്ടിയായിരിക്കും. ഹി മേ ബി മെയിൽ, അനദർ 2 ഫീമെയിൽസ്. ആൻഡ് ഹിയർ the caseworker make a graph, genogram. Genogram means picturization of the family, pictorial representation of the family members. And there the counselor will use some marks, some arrow marks, some picture, some labels. Who will and so only in the counselor will identify, can understand that family. ഒരു നോർമൽ ഒരു ലൈമൈൻ കൺസെപ്റ്റിൽ വന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ കൗൺസിലർക്ക് മാത്രം ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് മേജർ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ കൗൺസിലേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. അത് മീൻസ് അതിന് പറയുന്ന പേരാ ജീനോഗ്രാം. മീൻസ് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫാമിലി റിലേഷൻഷിപ്പ്. ഒക്കെ അതിനാണ് ജീനോഗ്രാം എന്ന് പറയുന്നത്. ഇത്രയാണ് കേസ് വർക്ക് എന്നുകൊണ്ട് ഇതിൽ ഉള്ളത്. ഇനി നെക്സ്റ്റ് വി ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ഗ്രൂപ്പ് വർക്ക്. ഐ വിൽ മേക്ക് എ presentation. I am taking another slide. Okay, just wait for a few minutes, 1 minute. ഇനി അടുത്തത് ഗ്രൂപ്പ് വർക്കാണ്. ഓക്കെ, ഈ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്. ഇതുവരെ നമ്മൾ പഠിച്ചത് കേസ് വർക്ക്, വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽ. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്. വാട്ട് ഇസ് എ ഗ്രൂപ്പ്? What is a social group work? What is an important social group work in social work? What is the importance of social group work process in solving problems of the society or a group or an individual? And what are theories of social group, or what are the different types of groups? You will be learning this all. Okay. And here first just ഒരു ഗ്രൂപ്പ് എന്താണ് എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് some assumptions. Okay. ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതിൽ എന്തായിരിക്കും ഒരു ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ എന്നതിനെ പറ്റി ആദ്യം ഒന്ന് അറിയായിരിക്കും. അതിനുശേഷം നമുക്ക് അതിൽ ഗ്രൂപ്പിലേക്കും ഗ്രൂപ്പ് വർക്കിലേക്കും പോകാം. ഒരു ഗ്രൂപ്പിൽ എന്തായിരിക്കും നമ്മൾ ആദ്യ ഗ്രൂപ്പിലെ ഒരു കൺസെപ്റ്റ് എന്ന രീതിയിൽ എന്തായിരിക്കും? വാട്ട് ഇസ് കൺസെപ്റ്റ് ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? മ്യൂച്വൽ സപ്പോർട്ട്. ഗ്രൂപ്പ് ഒരു കൂട്ടം എന്നുള്ള ഗ്രൂപ്പ്. അതിൽ ഒന്നാമതുള്ളത് ഒരു മ്യൂച്വൽ സപ്പോർട്ട്.
അല്ലെ? ഒരു ഗ്രൂപ്പിൽ എന്താ എവരി മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആർ known to each other and they are ready to have a mutual support to each other. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. Yes, it is a relationship is coming. A relationship will be there. A close relationship will be there. Each members having a relationship. Then there is a cohesiveness. What's a cohesiveness? Means there is a we feeling among the members. Like ഒരു ഗ്രൂപ്പിൽ there is a cohesiveness in the group. Cohesiveness means there is a love and a we feeling among the members. Their relationship is there. Okay, members are having a what is a relationship. They are support to each other. Okay, the universalization. That means members discover himself is not only a person, and we have a group. Group means I am not alone. I am part of a group, and all the and if I am having a problem, it is not my problem. My group also having a problem. There's a universalization of characteristics of group and installation of hope. ആ ഗ്രൂപ്പിൽ എന്താണ് ഒരു ഹോപ്പ് ഉണ്ട്. നമ്മളൊരു ഗ്രൂപ്പായിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് അവിടെ ഒരു ഹോപ്പിനുള്ള ഒരു ചാൻസ്. If we are alone, we will not find a solution to a problem. Okay, but in the group, members will be there for helping us. And also in the group, if you are in a group, you will have a goals and aims. That will give a hope. And altruism. Okay. ഒരു സപ്പോർട്ട്, ഒരു കൺസേൺ, ഒരു പേഴ്സണൽ ഒരു കൺസേൺ ഉണ്ടാവും, ഒരു റെക്കഗ്നീഷൻ ഉണ്ടാവും. ഓക്കെ, ഈച്ച് മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു വാല്യൂ ഷെയറിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ ഗെയിനിങ് നോളജ് ആൻഡ് സ്കിൽ. ഒരു ഗ്രൂപ്പിൽ നമ്മൾ കൂടിയാൽ നമുക്ക് വി ക്യാൻ ദാറ്റ് ഇൻഡിവിജ്വൽ ക്യാൻ ഗെയിൻ നോളജ് ആൻഡ് സ്കിൽസ്. ഓക്കെ, ഇഫ് യു ആർ ഗോയിങ് ഇൻഡിവിജ്വൽ, നമ്മളൊരു ഒറ്റയ്ക്ക് പോകുന്ന ആണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഗ്രൂപ്പിലാകുമ്പോൾ വി ക്യാൻ we can acquire new knowledge. ഒരുപാട് നോളജ് അക്വയർ ചെയ്യാൻ പറ്റും. വി ആർ ലേണിംഗ് മോർ നോളജ് ഫ്രം ദ ഗ്രൂപ്പ് ആൻഡ് വി ആർ അക്വയറിംഗ് സ്കിൽസ് ഫ്രം ദ ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ there are other people are there for helping us. അല്ലെ? ആ ഗ്രൂപ്പിലൂടെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ആൻഡ് വി ക്യാൻ റെൻഡർ അവർ ഹെൽപ്പ്, വി ക്യാൻ മേക്ക് എ റിലേഷൻഷിപ്പ് അതർ മെമ്പേഴ്സ്. അതിനൊക്കെ ഒരു ചാൻസസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രൂപ്പ്. പിന്നെ കഥാസിസ്. Catharsis means it's a ventilation of feelings. In the group, we can express our feelings. നമുക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പിലാണ്. ഒരു ഗ്രൂപ്പ്, through the group activities, we can share, we can express our feelings. Okay, ഇതൊരു പിന്നെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, വാട്ട് ഇസ് എ ഗ്രൂപ്പ്? Group is two or more individuals in face-to-face interaction. Two or more individuals are joined to form a unit is known as a group. രണ്ടോ മൂന്നോ ആൾക്ക് ഇൻഡിവിജ്വൽസ് ഒരു ഗ്രൂപ്പ് യുണൈറ്റ് ചെയ്ത് പോകുന്ന ഒരു യൂണിറ്റിന് പറയുന്ന പേരാണ് ഗ്രൂപ്പ്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ അതിൽ തന്നിട്ടുണ്ട്. ഇതിൽ ഗ്രൂപ്പ് ഈസ് two or more individuals. Yes, a group is two, as I said just like before, group means two or more people are joined together to form a unit is known as group. Okay, and a group is two or more individuals in face-to-face interaction, each aware of the positive interdependence as they strive and achieve the mutual goals, each aware of his or her membership in the group, and each aware of the others and who belongs to that. അതാണ് ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ പല ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിട്ടുള്ളത് അല്ലേ? ആൻഡ് വി നോ ദ ഗോൾസ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് വി നോ അവർ മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് വി know the and different groups, profession and class group
wherever each member know about the goal of that particular group, and each member know the his role in that particular group, his status, his membership in the membership status in that particular group. Okay, there are three criteria suggested by this definition. Is that one is number of person. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരിക്കലും ഒരു ഗ്രൂപ്പ് അത് ക്രൈറ്റീരിയ ഒരു ഗ്രൂപ്പ് ആകേണ്ട ഒരു ക്രൈറ്റീരിയ എന്നാൽ നമ്പർ ഓഫ് പേഴ്സൺ വേണം. മീൻസ് മോർ ദാൻ 1 പേഴ്സൺ ഉണ്ടായാൽ മാത്രമേ ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ മ്യൂച്വൽ ഓർ കോമൺ റിലേഷൻ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു കോമൺ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഗ്രൂപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു സിമിലാരിറ്റി ഇൻ ഒപ്പീനിയൻ, ഓർ സിമിലാരിറ്റി ഇൻ ജെൻഡർ, സിമിലാരിറ്റി ഇൻ ആറ്റിറ്റ്യൂഡ്, സിമിലാരിറ്റി ഇൻ വാട്ടർ ഇറ്റ് മേ ബി. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവിൽ ഒരു സിമിലാരിറ്റീസ് എല്ലാ മെമ്പേഴ്സും ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതൊരു ഗ്രൂപ്പാണെന്ന് പറയാം. വി കനോട്ട് സേ ചിലപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലെ ആൾക്കാർ ഇപ്പോൾ ഒരു 10 പേര് ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ വന്നു. വി കനോട്ട് സേ ദാറ്റ്സ് എ ഗ്രൂപ്പ്. വി കൻ സേ ദാറ്റ്സ് എ ഗ്രൂപ്പ് ബിക്കോസ് വി കനോട്ട് ഐഡന്റിഫൈ ദിസ് ഫ്രം ദാറ്റ് ഗ്രൂപ്പ് അല്ലേ. ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യായിരിക്കും. ചിലപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺ പിന്നെ മോർ ദാൻ 1 പേഴ്സൺ ഇവിടെ ഉണ്ടാവും, പക്ഷെ അവർ മ്യൂച്വൽ കോമൺ റിലേഷൻ ഉണ്ടാവില്ല, അവർ സിമിലാരിറ്റി ഇല്ല അല്ലേ. ഓക്കെ, അതാണ്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പിനെ പറ്റി ഒന്ന് പഠിക്കാം. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്? ഇതിൽ വോളണ്ടറി ഉണ്ട്, ഇൻവോളണ്ടറി ഗ്രൂപ്പ്. വാട്ട് ഇസ് എ വോളണ്ടറി ഗ്രൂപ്പ്? What is a voluntary group? We heard the word voluntary. Voluntarism. What is that voluntary? What is involuntary? Voluntary means in a group everybody can join voluntarily without any compulsion. അതിന് പറഞ്ഞ പേര് voluntary group എന്ന് പറയാം. Then involuntary group means forcefully. We are intended to a group by forcefully. അതാണ് എന്താ പറയുക, ഇൻവോളണ്ടറി ഗ്രൂപ്പ്. മീൻസ് വോളണ്ടറി ഗ്രൂപ്പ്സ് ആർ മീൻസ് നമ്മുടെ ചോയ്സുകൾ. മീൻസ് വി ജോയിൻ ദ ഗ്രൂപ്പ് ഓൺ അവർ ഓൺ എഫേർട്ട് ആൻഡ് അവർ ഓൺ ചോയ്സസ്. എക്സാമ്പിൾ ഒരാൾ ചിലപ്പോൾ ചില ഈ പൊളിറ്റിക്കൽ പാർട്ടീസ്, ചില അസോസിയേഷൻസ്, അതൊക്കെ വോളണ്ടറി. വി ക്യാൻ nobody will compel us to join that particular group. No, then involuntary means we are forced to join the group. Means we are automatically, we are without our choice, not without our choice നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് പോകുന്നതാണ് എന്താ പറയുക ഈ ഇൻവോളണ്ടറി ഗ്രൂപ്പ്. മീൻസ് ഒരു ജെൻഡർ, സെക്സ്, ഏജ് ഗ്രൂപ്പ്, റാഷ്യൽ ഗ്രൂപ്പ് മീൻസ് വി ആർ ഇൻവോൾവ്. ദാറ്റ്സ് നോട്ട് വോളണ്ടറി അല്ലേ. നമ്മളൊരു ജെൻഡർ ബേസ്ഡിലാണെങ്കിൽ വി ആർ ഓട്ടോമാറ്റിക്കലി ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ്. അതാണ് ഇൻവോളണ്ടറി ഗ്രൂപ്പ്. ഓക്കെ, അതിന് അടുത്തതാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഗ്രൂപ്പ്. ഓപ്പൺ മീൻസ് ഇറ്റ് ഇസ് ഓപ്പൺ, എനിവൺ ക്യാൻ ബി എ മെമ്പർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. അതാണ് ഓപ്പൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് വേർ എനിവൺ ക്യാൻ ജോയിൻ ഫ്രം എനിവെയർ. ദാറ്റ് ഇസ് നോൺ ആസ് എ ഓപ്പൺ ഗ്രൂപ്പ്. Some fans group, here it is given some film star fans group. Fans group, anybody can join anywhere. That's an open group right now. Then what's a closed group? Closed group means everybody cannot join. Means its entry restricted. Okay, only a particular group of member only can join that group. Just for example, some mafia underworld group. Everybody cannot go and join. Only a particular, its entry is restricted. Okay, അതാണ് എന്താ പറയുക ഈ ക്ലോസ്ഡ് ഗ്രൂപ്പ്. പിന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് ഉണ്ട്. വാട്ട് ഇസ് എ വെർട്ടിക്കൽ ഗ്രൂപ്പ്? വെർട്ടിക്കൽ ഗ്രൂപ്പ് മീൻസ് മെമ്പേഴ്സ് ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ്. ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ആൾക്കാർ ബിലോങ്സ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എന്താ പറയുക ഈ വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് പറയാം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് അവർക്കൊരു അസോസിയേഷൻ. ദാറ്റ് മീൻസ് ഒരു പോകുന്ന ഈ ഗ്രൂപ്പിൽ എക്സാമ്പിൾസ് ഗ്രൂപ്പ്
അതിലിപ്പോൾ അതിൽ പ്രത്യേകത ഉണ്ട് ആ വർട്ടിക്കൽ എന്നാൽ ഒരു ദാറ്റ് ഇസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രൊഫഷൻ, particular type of way of life, particular type of common goal ഉള്ള ഗ്രൂപ്പ്. Then in horizontal means it is a social class group. It is a particular group. Example of a religious group. Okay, അത് പറഞ്ഞ പേരാണ് horizontal group. In the horizontal group, all the categories of a particular size of group can join. That's a horizontal group. Means a religious group. In the religion, just for example, a particular religion. In the religion, have just for example, one religion. Okay, in that religion, people are there from different sections. Okay, doctors are there, engineers are there, politicians are there, so coolie workers are there. Then people are living marginalized societies are there. It means all phases of people, but they are belongs to a particular religion. Therefore, they are belongs to a group. Adana the horizontal group in പറയുന്നത്. Then primary and secondary. Primary group means it's a close, a personal and intimate group. Means keeping a deep feeling among the members. This family, peer group, some associations are called a primary group. Means members are free and very closely known to each other and having a deep feeling, and each members are having great influences of this. That kind of group is known as primary group. Family is a primary group. A peer group is a primary group. These members are known to each other. They have a common name, common taste. Secondary group. Secondary group means what is it? It is impersonal. It's not a personal group. It is impersonal, superficial, or utilitarian. Means that kind of group is formed for a particular purpose. Again, that secondary group means sometime we will have make a group for making a protection or protesting against any policy, any act. We will have a mass movement. We will make a group, and some places we can say that people have a group for attaining their right. After attaining their right, that group may dissolve. Members will go different ways. Such kind of group is known as secondary group. Then natural and formed group. Okay. Natural group means what is it? It's a what is it? Some kind of some interpersonal attraction among the members. Here also some peer groups, street gangs. Means people are joined by naturally they joined. People are having an interpersonal relationship by nature. Means by automatically they belongs to a group, having a particular type of life. അതാണ് നാച്ചുറൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാമിലി ഒരു നാച്ചുറൽ ഗ്രൂപ്പ് ആണ്. ഡിഫറെൻറ്റ് ഫാമിലീസ് തമ്മിൽ ഒരു നാച്ചുറൽ അത് ഓട്ടോമാറ്റിക് നമ്മളൊരു ഫാമിലിയിൽ മെമ്പറായി ഓട്ടോമാറ്റിക് നാച്ചുറലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഒരു മെമ്പർ ബൈ നാച്ചർ ബി ബിക്കം എ മെമ്പർ. Then another one is formed group. Some group are formed for a particular purpose, and some group are formed out of some forces, some compulsion. Okay, അതാണ് എന്താ പറയുക ഒരു ഫോംഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ദിസ് ഗ്രൂപ്പ് ഈസ് ഫോർ സം തെറാപ്പി ഗ്രൂപ്പ് ഈസ് ദർ. ഓക്കെ, സം കമ്മിറ്റി, some just for example some cricket teams. It is formed for a particular purpose. It's formed. Okay, and we are also part of that. ഇതൊക്കെയാണ് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ എല്ലാം കവർ ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ജമ്പ് ഒരു പർട്ടിക്കുലർ ഇതിലേക്കാണ് പോകുന്നത്. ഓക്കെ, എന്തിനാ ആവശ്യകത എന്തിനാണ് എന്നുള്ളത്.
ഇതാണ് ഇപ്പം ഒന്നാമതായിട്ട് ഈ ആൾക്കാർ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് ഫോർ സാറ്റിസ്ഫൈ ദ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ആൾക്കാർ ഗ്രൂപ്പിൽ വരുന്നത്, ഒരു ജോയിൻ ചെയ്യുന്നത് അല്ലേ. അതിലിപ്പോൾ ഈ ചിലപ്പോൾ അതിൽ പറയുന്നത് ചിലപ്പോൾ പ്രോക്സിമിറ്റി, ഒരു ലവ് ആൻഡ് കെയർ, പിന്നെ സം വാല്യൂസിൻ്റെ മുകളിൽ, പിന്നെ കോൺട്രാക്ട് ആൻഡ് interaction provides an opportunity for individuals to discover a new satisfaction that can be attained through affiliation with others. അതാണ് നമ്മൾ എന്തിനാ ഒരു ഹൗ പീപ്പിൾ ആർ ജോയിൻ ഫോർ എ ഗ്രൂപ്പ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് എ ഗ്രൂപ്പ് എന്നുള്ളത്. ഹൗ പീപ്പിൾ ആർ ജോയിൻ ഫോർ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ്, ഒരാവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഓരോ ഗ്രൂപ്പിൽ നമ്മൾ ചേരുന്നത് അല്ലേ. പിന്നെ ചിലപ്പോൾ സംടൈം വി വിൽ ജോയിൻ ദ ഗ്രൂപ്പ് ഫോർ ഇംപ്രൂവിങ് അവർ ഇൻട്രാക്ഷൻ, കൂടുതൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകാം, അവർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഗ്രൂപ്പ്. പിന്നെ സംടൈം വി വിൽ ജോയിൻ ദ ഗ്രൂപ്പ് ഫോർ അറ്റൈനിങ് അവർ ഗോൾ, സംടൈം വി വിൽ ജോയിൻ ദ ഗ്രൂപ്പ് ഫോർ വാട്ട് ഇസ് ഡെവലപ്പിംഗ് our capacity. Sometimes we will join for a group for our economic purpose. അങ്ങനെ പല രീതിയിലുള്ള പിന്നെ ഇതായത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് എ പേഴ്സൺ ടു ജോയിൻ എ ഗ്രൂപ്പ്. സംടൈം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും ബിക്കോസ് ഓഫ് ദ അട്രാക്ഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്, ബിക്കോസ് ഓഫ് സം റിവാർഡിംഗ് സിസ്റ്റം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്, we will automatically join that group. Okay, sometime we will join the group for getting affiliation. Sometime we are in the profession, but we need to get a membership and affiliation. We will join the group. So, okay, you can read this one. These are all common factors. Okay, and therefore I am not going through that. Then I will go to some relevance of group to community change. What are the relevance of group? ഒരു 3 റെലവൻസ് ആണ് ഒരു കമ്മ്യൂണിറ്റി ചേഞ്ചിൽ, ഒരു ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിൽ, ഒരു ഗ്രൂപ്പ് വർക്കിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ റെലവൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ്സ് ആർ പവർഫുൾ വെഹിക്കിൾ ഫോർ ലേണിംഗ്. അതാണ് നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഒരു വാട്ട് ആർ റെലവൻസ് ഓഫ് ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ ഓർ ഗ്രൂപ്പ് മീൻസ് ഒരു റെലവൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ്സ് ആർ പവർഫുൾ വെഹിക്കിൾ ഫോർ ലേണിംഗ് മീൻസ് ഒരു ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ഇൻട്രാക്ഷനിലൂടെ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 50 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പ് ആണ്, ഒരു 10 മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ്, വെരി ഈസി. ഒരു 10 മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ സ്മോൾ ഗ്രൂപ്പ്സ് ആർ ബേസ് ഫോർ ആക്ഷൻ ചേഞ്ച്. ഒരു സ്മോൾ ഗ്രൂപ്പാണ് പെട്ടെന്നൊരു ചേഞ്ചിലേക്ക് ഒരു എക്സ്പെരിമെന്റ് നടത്താനോ പെട്ടെന്നൊരു ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ പെട്ടെന്നൊരു സോഷ്യൽ ചേഞ്ച് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് സ്മോൾ ഗ്രൂപ്പ്. ഒരു സ്മോൾ ഗ്രൂപ്പിൽ നമുക്ക് എന്ത് മാറ്റങ്ങൾ വേണ്ടി പെട്ടെന്ന് വരുത്താൻ വേണ്ടി പറ്റും. പിന്നെ സ്മോൾ ഗ്രൂപ്പ്സ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓർഗനൈസേഷൻ. ഒരു സ്മോൾ ഗ്രൂപ്പിൻ്റെ ഒരു ആക്റ്റീവ് വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഡെവലപ്പ് the community, we can develop further. That is why it is known as it is a building block organization. We can organize together, okay, through a small group. Then social group work. Then we come to social group. What is social group work? ഇവിടെ ഈ ട്രക്കർ തന്നൊരു ഡെഫിനേഷൻ അത് ഞാൻ ജസ്റ്റ് വായിക്കാം. Social group work is a method through which individuals in groups in social agency settings are helped by a worker who guides their interaction in program activities so that they may relate themselves to others and experiences growth opportunities in accordance with their needs and capacity to the end of individual, group and community development. That means ഒരു നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണ്. ഇതിൽ നമുക്ക് പിന്നെ ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് പറഞ്ഞാൽ, ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലൂടെ okay each group in the things okay are help worker means suppose in a social group work ചിലപ്പോൾ 10 മെമ്പേഴ്സ് അല്ലെ, അതിൽ ഓരോ മെമ്പറും
they will get a help and support from the worker. From where? From in a social worker settings. അതെങ്ങനെ? ത്രൂ എ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് പ്രോഗ്രാംസ് ആക്ടിവിറ്റീസിൽ. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ ഒരു ഗ്രൂപ്പിലെ ഒരു ഈച്ച് മെമ്പേഴ്സിന് എവറി ഇൻഡിവിജ്വൽസ് ആർ സപ്പോർട്ടഡ് ആൻഡ് എൻകറേജ് ആൻഡ് വിൽ ഗെറ്റ് എ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ആൻഡ് ഓൾസോ ഗ്രോത്ത് and it will get a opportunity to the each members in the group and also all other members to help each other, and it is a platform for making a capacity development. Okay, and at that what will happen at the end? It will form an individual development, group development and community development. ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിലൂടെ ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ ആരൊക്കെ ഈ all the members will have an interaction and all the members will help others, and each members in the groups are helped by the worker, and also each members in the groups are helped by other members in the group, and through this one an individual development will happen, a group development will happen, and through that a community development will happen. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് happen. അതാണ് ഒരു ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിലൂടെ എയിം ചെയ്യുന്നത്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ we can learn later. Okay, now I am stopping my class. Okay.